കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകലിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ കൃപയാൽ ഇന്ന് സഭായോഗ മധ്യേ നാം വായിച്ച തിരുവചന ഭാഗം അപ്പസ്തോല പ്രവൃത്തി 2-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. ക്രിസ്തീയ ഗോളത്തിന് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് അപ്പസ്തോല പ്രവൃത്തി 2-ാം അധ്യായം. അതറിയാത്ത ക്രിസ്ത്യാനികൾ ഈ ലോകത്തെങ്ങും ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ ലോകത്തിലെ നല്ലൊരു ശതമാനം ക്രിസ്ത്യാനികളും ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് നമ്മളും ചിന്തിച്ചിരുന്നത് ഇവിടെയാണ് നമ്മുടെ ബോഡി ഓഫ് ക്രൈസ്റ്റ് ആരംഭിച്ചത് എന്നുള്ളൊരു ചിന്തയായിരുന്നു. എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ അപ്പോസ്തല പ്രവൃത്തി 2-ൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ പ്രവാചകന്മാരുടെ പ്രവചന നിവൃത്തിയുടെ അടിസ്ഥാനത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു. ഈ ലോകത്തിൽ ദൈവരാജ്യം സ്ഥാപിക്കുവാൻ യഹൂദിൻ്റെ മധ്യത്തിൽ കർത്താവ് 3.5 വർഷം അധ്വാനിച്ചു. എന്നാൽ ആ ജനത്തിൻ്റെ അതിക്രമ നിമിത്തം കർത്താവ് മുറിവേൽക്കുകയും ക്രൂശിലേറുകയും പ്രവചന നിവൃത്തിയോടെ കർത്താവിൻ്റെ കാൽവരി യാഗം സംഭവിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ ദൈവരാജ്യ സംബന്ധമായിട്ടുള്ള അനേകം ഉപദേശങ്ങൾ കർത്താവ് പഠിപ്പിച്ചിരുന്നു. അതിനുവേണ്ടി 12 അപ്പോസ്തലന്മാരെ കർത്താവ് തിരഞ്ഞെടുത്തു. മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൽ നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ പന്തിരുവലിലൂടെ കർത്താവിൻ്റെ മരണ പുനരുദ്ധാനത്തിന് ശേഷവും ഈ ജനത്തിനോട് പ്രത്യേക രീതിയിൽ ദൈവം പിന്നെയും ഇടപെടുകയാണ്. ഒരു വളരെ അടിയന്തരമായി ഇടപെടേണ്ടിയിരുന്ന ഒരു സാഹചര്യത്തിൽ വളരെ അടിയന്തരമായി തന്നെ ദൈവം ഇടപെടുകയാണ്. കാരണം എന്താ? ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കണം എന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ ഉദ്ദേശം. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തി പ്രാരംഭ അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. അവൻ നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം ഒന്ന് വായിക്കാം. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുകയാണ്, അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. അല്ലേ? 40-ാം ദിവസം എന്ത് സംഭവിച്ചു? കർത്താവ് സ്വർഗാരോഹണം ചെയ്യുകയാണ്. അപ്പോൾ കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം അവരോട് പറഞ്ഞിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം ഇവിടെ ഒന്ന് വായിക്കാം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. വീണ്ടും കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഉന്നതത്തിൽ നിന്നുള്ള ശക്തി ധരിക്കുമ്പോൾ നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്, നിങ്ങളെൻ്റെ സാക്ഷികളായി തീരും എന്നൊക്കെയും പറഞ്ഞു. ഈ പറഞ്ഞത് ശിഷ്യന്മാർ കൃത്യമായി അനുസരിച്ച് ശിഷ്യന്മാരും കർത്താവിൻ്റെ മാതാവായ മറിയയും അല്ലെങ്കിൽ ഒരു 120 പേരടങ്ങുന്ന ഒരു സംഘം അതിനുവേണ്ടി പ്രാർത്ഥിച്ചിരിക്കുകയാണ്. കർത്താവ് ഇത് പറഞ്ഞതിൻ്റെ 10 ദിവസം കൂടി കഴിഞ്ഞപ്പോൾ, ഇത് പറഞ്ഞാൽ കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിൻ്റെ 50-ാം നാൾ നമ്മളിപ്പോൾ വായിച്ച അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലെ സംഭവം നടക്കുകയാണ്. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അവിടുത്തെ ചരിത്ര സംഭവങ്ങൾ നമുക്കറിയാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കർത്താവ് പറഞ്ഞു കൊടുത്ത ആ വാക്കനുസരിച്ച് ശിഷ്യന്മാരുടെ മേൽ കർത്താവ് പകരുകയാണ്. അല്ലേ? അപ്പോൾ അവിടെ പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുകയാണ്. എന്താണ് പ്രസംഗിക്കുന്നത്? ആഴമായ ദൈവിക സത്യങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ചതും ദൈവരാജ്യ സംബന്ധമായി തങ്ങളെ പഠിപ്പിച്ചതുമായിട്ടുള്ള കാര്യങ്ങളെ, യേശു ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളെ, അല്ലെങ്കിൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയും പത്രോസ് അവിടെ വിവരിക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? രാജ്യത്തിൻ്റെ സുവിശേഷ പ്രകാരമുള്ള അതിനാവശ്യമായ കാര്യങ്ങൾ കർത്താവ് ക്രമീകരിക്കുകയാണ്. നിങ്ങൾ ദൈവരാജ്യ സംബന്ധമായി 40 ദിവസത്തോളം ഉപദേശിച്ചു. അതിനുശേഷം പറഞ്ഞു നിങ്ങൾ കാത്തിരിക്കണം. അതിനുശേഷം കാത്തിരിപ്പിൻ്റെ ഒടുവിൽ കർത്താവ് പറഞ്ഞതുപോലെ തന്നെ ദൈവരാജ്യ സംബന്ധമായിട്ടുള്ള സകല കാര്യങ്ങളും കർത്താവ് ശിഷ്യന്മാരിൽ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് അവിടെ നിവർത്തിക്കുവാൻ ആരംഭിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയാം. അവിടെ പറയുകയാണ്, പത്രോസ് പറയുകയാണ്, പത്രോസിനെയും കൂട്ടരെയും അവിടെയുള്ള ചുറ്റും കൂടിയിരിക്കുന്നവർ പറയുകയാണ്, ഇവർ
പുതുവീഞ്ഞ് കുടിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറയുമ്പോൾ അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്, ഇത് പുതുവീഞ്ഞ് കുടിച്ചിട്ട് ഞങ്ങൾ മദ്യപിച്ചിട്ട് പറയുന്നൊരു കാര്യമല്ല. ഇത് വർഷങ്ങൾക്ക് മുൻപ് യോവേൽ പ്രവാചകൻ പറഞ്ഞ ഒരു പ്രവചനത്തിന്റെ നിവൃത്തിയാണ് ഇവിടെ സംഭവിക്കുന്നത്. നമുക്ക് വായിക്കാം അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 17 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എന്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എന്റെ ആത്മാവിനെ പകരും. അവരും പ്രവചിക്കും. ഞാൻ മീതെ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും. രക്തവും തീയും പുകയാവിയും തന്നെ. കർത്താവിന്റെ വലുതും പ്രസിദ്ധവുമായ നാൾ വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. എന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടുമെന്ന് ദൈവം അരുളി ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കൃത്യമായ അഡ്രസ്സ് എടുത്ത് പറയുകയാണ്, ഇസ്രായേൽ പുരുഷന്മാരെ അല്ലെങ്കിൽ അബ്രാഹത്തിന്റെ സന്തതികളെ എന്നൊക്കെ പറഞ്ഞ് ദൈവം വാഗ്ദത്തം കൊടുത്തത് ആർക്കാണോ അബ്രാഹമിനും അവന്റെ സന്തതിക്കുമാണ്. കൃത്യമായി വാഗ്ദത്തം നിവർത്തിക്കുവാൻ, ദൈവരാജ്യം സ്ഥാപിക്കുവാൻ കർത്താവ് വന്ന് കാര്യങ്ങളെ ക്രമീകരിച്ചു. എന്നാൽ പത്രോസിലൂടെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഇത് ജോയേൽ പ്രവാചകൻ പ്രവചിച്ച ആ സംഭവമാണ് ഇവിടെ സംഭവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, നമ്മുടെ ഗ്രേസ് ചർച്ച് പറവൂരിൽ നമ്മൾ ദൈവവചനത്തെ യഥാർത്ഥമായി വിഭജിച്ച് പഠിപ്പിക്കുന്നവരാണ്. റൈറ്റ്ലി ഡിവൈഡ് ചെയ്ത് തന്നെ ദൈവവചനം പഠിപ്പിക്കുന്നവരാണ്. ഇന്ന് നാം ആയിരിക്കുന്നത് കൃപായുഗത്തിലാണെന്നും ഇന്ന് നാം ആയിരിക്കുന്നത് ദൈവരാജ്യ ശുശ്രൂഷയിലല്ല, അല്ലെങ്കിൽ സുവിശേഷത്തിൻ്റെ കീഴിലല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമാണ്. അപ്പോൾ തന്നെ നമുക്കുള്ളത് കൃപയാലുള്ള സൗജന്യ രക്ഷയാണ്. പ്രൈസ് ദി ലോർഡ്. അതിലേക്ക് കാര്യങ്ങൾ വരുന്നേയുള്ളൂ. ഇപ്പോഴിതാ ഇത് ഒരു മിസ്റ്ററി ആയിട്ടുള്ളൊരു സംഭവമല്ല പത്രോസ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്, മറിച്ച് ഇത് ജോയേൽ പ്രവാചകൻ പറഞ്ഞതിൻ പ്രകാരമുള്ള കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നതാണ് പറയുന്നത്. പൗലോസ് എന്താ പറയുന്നത്? അനാദികാലം മുതലേ മറഞ്ഞിരുന്നതും, മനസ്സിലായോ, യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായി തന്നെ വിളിച്ച് വേർതിരിച്ച് ദൈവം തനിക്ക് വെളിപ്പെടുത്തി തന്നതുമായ അനാദികാലം മറഞ്ഞിരുന്നതുമായ സത്യമാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നതെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. എന്നാൽ പത്രോസ് എന്താണ് പറയുന്നത്? ഇത് നമ്മുടെ പിതാക്കന്മാരുടെ വാഗ്ദത്ത പ്രകാരം നമ്മുടെ പ്രവാചകനായ ജോയേൽ പ്രവാചകൻ പ്രവചിച്ചു വെച്ചിരുന്നു. അന്ത്യകാലത്ത് സകലരുടെ മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും, ദർശനങ്ങളെ കാണും. എന്നാൽ പറയുകയാണ്, അവസാന കാലത്ത് മറ്റൊരു പീഡാകാലത്തെ കുറിച്ച് കൂടി ജോയേൽ പ്രവാചകൻ പറയുകയാണ്. മീതെ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും. രക്തവും തീയും പുകയാവിയും തന്നെ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പത്രോസ് പറഞ്ഞ ഈ പ്രവചന ഭാഗത്തിന്റെ ആത്മാവിനെ പകരുന്നത് വരെയുള്ള കാര്യങ്ങളാണ് സംഭവിച്ചത്. പിന്നെ അവിടെ പുകയാവിയും തീയും ചന്ദ്രൻ രക്തതുല്യമാകുന്നതോ സൂര്യൻ ഇരുണ്ടു പോകുന്നതോ ഒന്നും നമ്മൾ കാണുന്നില്ല. എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിച്ചത്? അവിടെ ആ തുടക്കം തുടങ്ങിയെങ്കിലും ദൈവരാജ്യ സംബന്ധമായിട്ടുള്ള ഈ സുവിശേഷത്തിന് ഒരു തിരസ്കരണം സംഭവിച്ചതുകൊണ്ട് ബാക്കിയുള്ള സൂര്യൻ ഇരുളായി പോയില്ല, ചന്ദ്രൻ രക്തമായി പോയില്ല, കർത്താവിൻ്റെ ആ ഭീകരദിനം വന്നില്ല. അതിനിടയിൽ എന്ത് സംഭവിച്ചു? അതിനിടയിൽ സംഭവിച്ച കാര്യമാണ് കൃപായുഗ സുവിശേഷം വെളിപ്പെട്ടു. ഇന്ന് കൃപയുടെ യുഗമാണ്, മനസ്സിലായോ? ഇതിനുശേഷം റാപ്ചറിന് ശേഷം വീണ്ടും ഈ ദൈവരാജ്യം വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ ഇടയായിത്തീരും. അതിനെക്കുറിച്ച് ചിന്തിക്കാം. ഇപ്പോൾ ഇവിടെ പറയുകയാണ്, അപ്പോസ്തലനായ പത്രോസിലൂടെ ഈ സുവിശേഷം കേൾപ്പിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? ഈ സുവിശേഷത്തെ യഹൂദന്മാർ തിരസ്കരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. നമുക്ക് ഈ സുവിശേഷത്തിൻ്റെ രക്തചുരുക്കമായി അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്, നിങ്ങൾ ഇതെല്ലാം കേട്ടപ്പോൾ കുറച്ച് ജനം പത്രോസിനോട് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ പത്രോസ് പറയുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ഈ വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥിരമായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ കാര്യം പിടികിട്ടിയ ചുരുക്കം പേര് ഞങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ പത്രോസ് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെടണം,
നിങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജലസ്നാനം തന്നെ അത് സ്വീകരിക്കണം. കാരണം കർത്താവ് അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. രാജ്യത്തിൻ്റെ സുവിശേഷ പ്രകാരം കൃത്യമായ ഉപദേശം കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായി ചെയ്യുവാൻ കർത്താവ് ഗ്രേറ്റ് കമ്മീഷനും കൊടുത്തിട്ടുണ്ട്. അതവിടെ പറയുകയാണ്. അന്ന് 3000 പേരോളം രക്ഷിക്കപ്പെട്ടു. ഓർക്കണമേ, ഇസ്രായേൽ എന്ന് പറയുന്ന വലിയൊരു ജനസമൂഹം 15ഓളം ദേശങ്ങളിൽ നിന്നും പെന്തക്കോസ്ത് പെരുന്നാൾ ആഘോഷിക്കുവാൻ ജെറുസലേമിൽ വന്നുകൂടിയിരിക്കുകയാണ്. ആ സമയത്താണ് കർത്താവിൻ്റെ ഈ ദൈവരാജ്യ സംബന്ധമായിട്ടുള്ള ആ ശുശ്രൂഷയുടെ ആരംഭിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്? നിങ്ങൾ എവിടെ തുടങ്ങണം? യെരുശലേമിലും യഹൂദിയിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം വേണ്ടി സാക്ഷികളാകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ ജെറുസലേമിൽ ഇപ്പോൾ ഇതാ ദൈവരാജ്യ സുവിശേഷം പ്രസംഗിക്കുകയാണ്. അവിടെ പരിശുദ്ധാത്മാവിനെ കൊടുക്കുകയാണ്. അവിടെ മാനസാന്തരം നടക്കുകയാണ്. കർത്താവിന്റെ കൽപ്പന പ്രകാരം ജലസ്നാനം സംഭവിക്കുകയാണ്. അങ്ങനെ 3000 പേര് രക്ഷിക്കപ്പെടുകയും ചെയ്യുകയാണ്. എന്നാൽ കർത്താവ് ഉദ്ദേശിച്ച നിലയിൽ ഈ ജനം അത് വിശ്വസിക്കുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ അവിടെ വിശ്വസിക്കേണ്ടിയിരുന്ന ഒരു കൂട്ടരാണ് ആര്? അവിടുത്തെ മഹാപുരോഹിതന്മാരും പരീശന്മാരും സാദുക്യരും. ഇന്ന് നമ്മുടെ ക്രിസ്തീയ സമൂഹത്തിൽ കാണുന്നത് പോലെ വിവിധ മതവിഭാഗങ്ങൾ ഉള്ളതുപോലെ തന്നെ യഹൂദന്മാരുടെ ഇടയിലും വിവിധ മതവിഭാഗങ്ങളുണ്ടായിരുന്നു. അതിൽ പലരും പല വിശ്വാസത്തിലുള്ളവരാണ്. യേശുവിനെ അംഗീകരിക്കാത്തവരാണ് എല്ലാവരും തന്നെ. അതിൽ കുറച്ചു പേര് ഇതാ പത്രോസിന്റെ പ്രസംഗം കേട്ട് യേശുവിനെ അംഗീകരിക്കുന്നു, പ്രവചന നിവൃത്തിയാണെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ അവർ രക്ഷയിലേക്ക് കടന്നു വരുന്നു. ദൈവരാജ്യ സംബന്ധമായി മണവാട്ടി സഭയുടെ അംഗങ്ങൾ അവരായി തീരുകയാണ്. എന്നാൽ മറ്റുള്ള ജനങ്ങളെ മുഴുവനും അപ്പോൾ തന്നെ ജെറുസലേം, യഹൂദ്യ, ശമര്യ ഭൂമിയുടെ അതിർത്തി വരെയും ഈ രക്ഷ പോയി സകലരും ദൈവരാജ്യത്തിലേക്ക് കടന്നു വരണം എന്നുള്ളതായിരുന്നു പ്രവചന പദ്ധതിയുടെ അടിസ്ഥാനത്തിലുള്ള ദൈവത്തിന്റെ ഇഷ്ടം. എന്നാൽ ആ പദ്ധതിക്ക് യഹൂദന്മാർ ഇതിനെ തടസ്സം ചെയ്യുകയാണ്. എങ്ങനെയാണ് അത് മനസ്സിലാക്കാൻ സാധിക്കുക? അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം നമുക്കൊന്ന് എടുക്കാം. അതിന്റെ 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ കംപ്ലീറ്റ് വായിച്ചാൽ കാര്യം മനസ്സിലാകും. എങ്കിൽ സമയത്തിന്റെ പരിധി കൊണ്ട് 16ഉം 18ഉം വാക്യങ്ങൾ മാത്രം നമുക്കൊന്ന് വായിക്കാം. 16 മുതൽ. ഈ മനുഷ്യരെ എന്ത് ചെയ്യേണ്ടു? പ്രത്യക്ഷമായ ഒരു അടയാളം അവർ ചെയ്തിരിക്കുന്നുവെന്ന് യെരുശലേമിൽ പാർക്കുന്ന എല്ലാവർക്കും പ്രസിദ്ധമല്ലോ. നിഷേധിപ്പാൻ നമുക്ക് കഴിവില്ല. എങ്കിലും അത് ജനത്തിൽ അധികം പരക്കാതിരിപ്പാൻ അവർ യാതൊരു മനുഷ്യനോടും ഈ നാമത്തിൽ ഇനി സംസാരിക്കരുതെന്ന് നാം അവരെ തർജ്ജനം ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ അവരെ വിളിച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത്, ഉപദേശിക്കുകയും അരുത് എന്ന് കൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എന്താണ് കാണുന്നത്? അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. അതിന്റെ പ്രാരംഭ വാക്യങ്ങളിലേക്ക് കടന്നു വന്നാൽ ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത്. അതായത് 2-ാം വാക്യം, അവർ ജനത്തെ ഉപദേശിക്കാലും മരിച്ചവരിൽ നിന്നുള്ള പുനരുദ്ധാനത്തെ യേശുവിന്റെ ദൃഷ്ടാന്തത്താൽ അറിയിക്കാലും നീരസപ്പെട്ടു. ആരാണ്? അവിടെ പത്രോസിന്റെയും കൂട്ടരുടെയും പ്രസംഗം കേട്ടപ്പോൾ അവിടെ ഇതാ പുരോഹിതന്മാരും, മനസ്സിലായോ, സാദൂക്യരും ഒക്കെയും കൂടി വന്നുകൊണ്ട് വളരെ നീരസപ്പെട്ട്, ഇന്ന് നമ്മൾ ഈ കൃപയുടെ സുവിശേഷം പറയുമ്പോൾ ഇത് വിശ്വസിക്കാൻ കഴിയാത്ത നേതൃത്വങ്ങൾ നമുക്കെതിരെ നീരസപ്പെട്ട് പലതും പറയുന്നത് പോലെ അന്ന് പത്രോസിനോടും കൂട്ടരോടും ആരാണ് എതിർത്തത്? അന്നത്തെ ഏറ്റവും വലിയ പുരോഹിതന്മാരായ, അല്ലെങ്കിൽ ആ ജനത്തിന് നടുവിൽ അവരെ ദൈവത്തിലേക്ക് നടത്തേണ്ടിയിരുന്ന ഈ പുരോഹിതന്മാരും സാദുക്യരും മറ്റുള്ളവരുമൊക്കെ ഇതിനെതിരെ നീരസപ്പെട്ടുകൊണ്ട് പറയുകയാണ്, യേശുവിന്റെ നാമത്തിൽ ഇനി മേലാൽ നിങ്ങൾ സംസാരിക്കരുത്. മനസ്സിലായോ? ശ്രദ്ധേയമായ ഒരു അടയാളം അവിടെ സംഭവിച്ചിരിക്കുകയാണ്. അത്ഭുതങ്ങൾ നടക്കുകയാണ്. അന്യഭാഷ പറയുകയാണ്. ദൈവത്തിന്റെ വൻ കാര്യങ്ങൾ വെറും മീൻ പിടിച്ച് നടന്നിരുന്ന മുക്കുവന്മാരിലൂടെ ദൈവം ചെയ്തെടുക്കുകയാണ്. ഇതെല്ലാം കേട്ടപ്പോൾ മേലാളന്മാർക്ക് ഇരിക്കപ്പുറതിയില്ല. അവർ പറഞ്ഞു, മേലാൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ സംസാരിക്കരുത്, ഇങ്ങനെയൊന്നും നിങ്ങൾ പഠിപ്പിക്കരുത്. അപ്പോൾ പത്രോസ് അവിടെ വ്യക്തമായി പറയുകയാണ്. അതിന് പത്രോസും യോഹന്നാനും പറയുകയാണ്, ദൈവത്തെക്കാൾ നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിന്റെ മുൻപാകെ ന്യായമോ എന്ന് വിധിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ ദൈവത്തെയാണോ നിങ്ങളെയാണോ അനുസരിക്കേണ്ടത് എന്ന് നിങ്ങൾ തന്നെ വിധിക്കുവിൻ. കാരണം ഇത് ഞങ്ങളെ ദൈവമാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പത്രോസിന്റെയും യോഹന്നാന്റെയും വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചുരുക്കത്തിൽ ദൈവരാജ്യം ഇവിടെ സമീപിച്ചു. എന്നാൽ ഈ ദൈവരാജ്യത്തിലേക്ക് കടക്കുവാൻ അവരുടെ നേതൃത്വങ്ങൾ വിലങ്ങുതടിയായി നിന്നു. അതുകൊണ്ട് തന്നെ ഭൂമിയുടെ അറ്റം വരെയും ഈ സുവിശേഷം പോകണമെന്നുള്ള ദൈവത്തിന്റെ ആലോചനയ്ക്ക് അവിടെ ഭംഗം വരികയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം
കൂടെ കൂടെ നമ്മൾ വായിക്കുന്നതാണെങ്കിലും അതിൻ്റെ 52 മുതലുള്ള വാക്യങ്ങൾ 60 വരെ വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞു പോവുകയാണ്. അവിടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ സ്തേഫാനോസ് അബ്രാഹം മുതലുള്ള 2000 വർഷത്തെ ചരിത്രം, യേശു ക്രിസ്തു വരെയുള്ള ചരിത്രം വിവരിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെയാണ്. ഏതൊരു പ്രവാചകനുണ്ട് നിങ്ങളുടെ പിതാക്കന്മാരാൽ പീഡിപ്പിക്കപ്പെടാത്തത്? നിങ്ങളും അങ്ങനെ തന്നെ എല്ലാ കാലത്തും നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പറഞ്ഞപ്പോൾ അവരെന്താണ് ചെയ്തത്? ആരാണിത് ചെയ്തതിന് നേതൃത്വം കൊടുത്തത്? ഇതുള്ളത് തന്നെയോ എന്ന് മഹാപുരോഹിതന്മാർ ചോദിച്ചതിന്, മഹാപുരോഹിതന്മാരാണ് സ്തേഫാനോസിനോട് ചോദിക്കുന്നത്, നീ പറയുന്നതൊക്കെ ഉള്ളതാണോ എന്ന് പറയുമ്പോഴാണ് 2000 വർഷത്തെ ചരിത്രം എടുത്തുകൊണ്ട് യേശുവിന്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം പറഞ്ഞുകൊണ്ട് അവരോട് ചോദിക്കുകയാണ്, ഏത് തലമുറയും ദൈവം അയച്ച പ്രവാചകന്മാരെ കൊല്ലാതിരുന്ന നിങ്ങളുടെ പിതാക്കന്മാരിൽ ആരാണുള്ളത്? എന്നും നിങ്ങൾ പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറഞ്ഞിട്ടുള്ളൂ, എന്നും നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചിട്ടേ ഉള്ളൂ, നിങ്ങൾ ഒരു കാലത്തും അനുസരിച്ചിട്ടില്ല എന്നുള്ള ആ ദൈവിക ശബ്ദം അവരുടെ കാതുകളിൽ കേൾപ്പിച്ചപ്പോൾ അവർ പല്ല് ഞെരിച്ചുകൊണ്ട് ചെവി പൊത്തിക്കൊണ്ട്, ഞങ്ങൾക്കൊന്നും കേൾക്കണ്ട, ഈ മനുഷ്യനെ കല്ലെറിഞ്ഞു കൊല്ലുക എന്ന് പറഞ്ഞുകൊണ്ട് സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവരാജ്യ സംബന്ധമായി ആരെയൊക്കെ ഈ ജനത്തിന്റെ നടുവിലേക്ക് അയച്ചു? സ്നാപയോഹന്നാൻ സാക്ഷ്യം പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തു 3.5 വർഷം ശുശ്രൂഷിച്ചു. അതിനുശേഷം 12 വീണ്ടും ഇതാ പരിശുദ്ധാത്മാവിന്റെ നിറവോടുകൂടി ശുശ്രൂഷിച്ചു. എന്നാൽ വീണ്ടും ഒരു സ്തേഫാനോസിനെയും കൂടി ദൈവം എടുത്ത് ഉപയോഗിക്കുകയാണ്. ഇവിടെയെല്ലാം അവരുടെ പുറകെ നടന്ന് പത്രോസിനെയും കൂട്ടരെയും കാരാഗ്രഹത്തിലിടുന്നു, തല്ലിയോടിക്കുന്നു, ചാട്ടവാറ കൊണ്ട് അടിക്കുന്നു, മേലിൽ ഈ കാര്യം സംസാരിച്ചു പോകരുത് എന്ന് താക്കീത് ചെയ്യുന്നു. നോക്കുക, ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ ദൈവം അവരോടുള്ള മഹാകരുണ നിമിത്തം അപ്പോഴും ദൈവരാജ്യം അവർക്ക് അടച്ചു കളയുന്നില്ല. അടുത്തത് 9-ാം അധ്യായത്തിൽ ന്യായപ്രമാണ സംബന്ധമായ അനന്യനായ ഒരു മനുഷ്യൻ, ശൗൽ എന്ന് പറയുന്ന ഒരു മതത്തിന്റെ ചിതമ്പൽ കണ്ണിൽ മൂടപ്പെട്ടൊരു മനുഷ്യൻ, ആ മനുഷ്യനെ ദൈവം ദമാസ്കസിന്റെ പടിവാതിൽക്കിലിട്ട് പിടിക്കുകയാണ്. പൗലോസിനെ ദൈവം നിയോഗിക്കുകയാണ്. എന്നിട്ട് ഈ പൗലോസിനെയും ആദ്യം എങ്ങോട്ട് അയച്ചത്? സകല മനുഷ്യരെയും, സ്നാപയോഹന്നാനെയും കർത്താവിനെയും 12 ശിഷ്യന്മാരെയും സ്തേഫാനോസിനെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെയും തിരസ്കരിച്ചിരിക്കുന്ന ജനത്തോട് വീണ്ടും കർത്താവായ യേശു ക്രിസ്തു ദർശനവും വെളിപ്പാടും കൊടുത്ത് പൗലോസിനെ മാനസാന്തരപ്പെടുത്തി ഈ ജനത്തിന്റെ അടുക്കിലേക്ക് വീണ്ടും അയക്കുകയാണ്. നമുക്ക് പൗലോസിന്റെ വാക്കുകൾ കൂടി നമുക്കൊന്ന് നോക്കാം. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. 13-ാം അധ്യായത്തിലേക്ക് ഒന്ന് കടന്നു വരാം. അതിന്റെ ഏതാനും വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 13-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങൾ താഴേക്കൊന്ന് വായിക്കാം. സഹോദരന്മാരെ, അബ്രഹാം വംശത്തിലെ മക്കളും അവരോട് ചേർന്ന ദൈവഭക്തന്മാരുമായുള്ളവരെ, നമുക്കാകുന്നു ഈ രക്ഷാവചനം അയച്ചിരിക്കുന്നത്. യെരൂശലേം നിവാസികളും അവരുടെ പ്രമാണികളും അവനെയോ ശബത്ത് തോറും വായിച്ചു വരുന്ന പ്രവാചകന്മാരുടെ വചനങ്ങളെയോ തിരിച്ചറിയാതെ അവനെ ശിക്ഷയ്ക്ക് വിധിക്കയാൽ അവയ്ക്ക് നിവൃത്തി വരുത്തി. പ്രൈസ് ദി ലോർഡ്. നമുക്ക് താഴേക്ക് വായിക്കണം. ഇവിടെ പറയുകയാണ്, സഹോദരന്മാരെ, അബ്രാഹാം വംശത്തിലെ മക്കളും അവരോട് ചേർന്ന ദൈവഭക്തരുമായുള്ളവരെ. നമുക്കറിയാം, ഒരു ശബത്ത് നാളിൽ അന്ത്യോക്യയിലെത്തിയപ്പോൾ അവിടെ യഹൂദന്മാരുടെ സിനഗോഗിലേക്ക് പൗലോസ് പോവുകയാണ്. അവിടെ പള്ളിയിൽ അത് തിരുവചനം വായിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും പ്രബോധനം കൊടുക്കുവാനുണ്ടോ എന്ന് ചോദിച്ചു. പൗലോസ് കൈ ഉയർത്തി പറഞ്ഞു, എനിക്ക് പറയുവാനുണ്ട്. അദ്ദേഹം മുന്നോട്ട് കടന്നു വന്ന് പറയുകയാണ് ചില സംഭവങ്ങളെ, ചരിത്രങ്ങളെ. വീണ്ടും സ്തേഫാനോസ് പ്രസംഗിച്ച അതേ പ്രസംഗം, 2000 വർഷത്തെ ചരിത്രം എടുത്തുകൊണ്ട് അബ്രാഹാം മുതൽ യേശു ക്രിസ്തു വരെ എന്താണ് സംഭവിച്ചത് എന്നുള്ള ആ ചരിത്ര സംഭവങ്ങൾ എടുത്തുകൊണ്ട് 12 എന്താണ് പ്രസംഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ട് ഇവിടെ പറയുകയാണ്. എന്താണ് പറയുന്നത്? സഹോദരന്മാരെ, അബ്രാഹാം വംശത്തിലെ മക്കളും അവരോട് ചേർന്ന ദൈവഭക്തരുമായുള്ളവരെ. പൗലോസിന്റെ അഡ്രസ് എന്താണ്? സകല ജാതികളുമായുള്ളവരെ എന്നാണോ പറയുന്നത്? അല്ല, ഇവിടെ കൃത്യമായി പറയുകയാണ്, സഹോദരന്മാരെ, അബ്രാഹത്തിന്റെ സന്തതികളെ, അവരോട് ചേർന്ന് വന്ന മതാനുസാരികളെ. ശ്രദ്ധിക്കണമേ, ഏതൊരു കാലഘട്ടത്തിലും ഇസ്രായേലിനോട് ചേർന്ന് വന്നാൽ, മതാനുസാരി ആയാൽ അവർ ഇസ്രായേലരായി കണക്കാക്കപ്പെടും. അപ്പോൾ ദൈവത്തിന്റെ അരുളപ്പാട് അവർക്കുമുണ്ട്, ആ രക്ഷ അവർക്കുമുണ്ട്. ദൈവരാജ്യ സംബന്ധമായി ജാതികൾക്കും രക്ഷയുണ്ടായിരുന്നു. ഇവിടെ പറയുകയാണ്, അബ്രാഹാം വംശത്തിലെ മക്കളും അവരോട് ചേർന്ന ദൈവഭക്തരുമായുള്ളവരെ. കണ്ടോ അവിടുത്തെ വ്യത്യാസങ്ങൾ? കണ്ടോ?
അല്ലാതെ ദൈവവുമായി യാതൊരു ബന്ധമില്ലാത്ത ജാതികളെ ഇവിടെ അഭിസംബോധന ചെയ്യുന്നില്ല. എന്നാൽ കാര്യങ്ങൾ അതിലേക്ക് വരുന്നുണ്ട്, ശ്രദ്ധിക്കാം. ഇവിടെ പറയുകയാണ്, നമുക്കാകുന്നു ഈ രക്ഷാവചനം അയച്ചിരിക്കുന്നത്. നമുക്കാകുന്നു എന്ന് പറഞ്ഞാൽ അബ്രാഹത്തിനും സന്തതിക്കും അവരോട് ചേർന്ന് വന്നിട്ടുള്ള മതാനുസാരികളായ അബ്രാഹം വംശത്തോട് ചേർന്ന് പരിച്ഛേദന ചെയ്ത ആ കൂട്ടത്തിലേക്കാണ് ഈ രക്ഷ ആദ്യമായി കടന്നു വന്നത്. എന്നിട്ട് പറയുകയാണ്, യെരൂശലേം നിവാസികളും അവരുടെ പ്രമാണികളും അവനെയോ ശബത്ത് തോറും വായിക്കുന്ന പ്രവാചകന്മാരുടെ വാക്കുകളെയോ തിരിച്ചറിയാതെ അവനെ ശിക്ഷയ്ക്ക് വിധിക്കയാൽ അവയ്ക്ക് നിവർത്തി വരുത്തി. പ്രൈസ് ദി ലോർഡ്. ആ വാക്യം ഒന്ന് നോക്കിയേ. അവരുടെ ശബത്ത് തോറും വായിച്ച തിരുവചനങ്ങളെ മനസ്സിലാക്കാതെ. അപ്പോൾ ആലയത്തിൽ വായനയുണ്ട്, പഠനമുണ്ട്, സകലവിധ പ്രാർത്ഥനകളും എല്ലാം നടക്കുന്നുണ്ട് അല്ലേ? യഹൂദൻ 2000 വർഷമായിട്ട് വളരെ ദൈവത്തോടെ എരിവുള്ള മനുഷ്യരാണ്. പക്ഷേ ഇവിടെ പറയുകയാണ്, കാര്യമൊന്നും ഗ്രഹിക്കാതെയാണ് ഇവരെല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് ക്രിസ്തീയ കുലത്തിൽ നല്ലൊരു പങ്കും ആരാധിക്കുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, ഭയങ്കരമായിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ കാര്യം തിരിച്ചറിയുന്നില്ല. റൈറ്റ്ലി ഡിവൈഡ് ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയില്ല. ബോഡി ഓഫ് ക്രൈസ്റ്റും ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റും രണ്ടാണെന്നും എഫേസ്യ ലേഖനം 1:10 വാക്യപ്രകാരം ഇത് രണ്ടും പുത്തനാമനുഷ്യനാമേൽ നിത്യതയിൽ ഒന്നിക്കുമെന്നും നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് റാപ്ചറായി പോയതിനു ശേഷമാണ് യഹൂദന്റെ നിർത്തിവെച്ചിരിക്കുന്ന പദ്ധതി വീണ്ടും പുനരാരംഭിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അവർ തിരുവചനം വായിക്കുന്നുണ്ട്, അവരുടെ ആലയത്തിൽ കൂടി വരുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും അവർ ഉത്സാഹിച്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ എന്താ പറയുന്നത്? ഈ ലോകത്തുള്ള സകല മനുഷ്യരെക്കാളും ഉത്സാഹികളായ യഹൂദന്മാരെ കുറിച്ച് പൗലോസ് പറയുകയാണ്, അവനെയോ ശബത്ത് തോറും വായിച്ചിരുന്ന പ്രവാചകന്മാരുടെ വചനങ്ങളെയോ തിരിച്ചറിയാതെ അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു. ഇത് തിരിച്ചറിയാതെ പോയത് കൊണ്ടാണ് അവർക്കത് ഗതികേട് വന്നത് എന്ന് പൗലോസ് പറയുകയാണ്. താഴേക്ക് വായിക്കാം, അടുത്ത വാക്യം. മരണത്തിന് ഒരു ഹേതുവും കാണാഞ്ഞിട്ടും അവനെ കൊല്ലേണമെന്ന് അവർ പീലാത്തോസിനോട് അപേക്ഷിച്ചു. അവനെ കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും തികച്ച ശേഷം അവർ അവനെ മരത്തിൽ നിന്ന് ഇറക്കി ഒരു കല്ലറയിൽ വെച്ചു. ദൈവമോ അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. താഴേക്ക് വായിക്കാം. അവൻ തന്നോട് കൂടെ ഗലീലയിൽ നിന്ന് യെരൂശലേമിലേക്ക് വന്നവർക്ക് ഏറിയ ദിവസം പ്രത്യക്ഷനായി. അവർ ഇപ്പോൾ ജനത്തിന്റെ മുമ്പാകെ അവന്റെ സാക്ഷികളാകും. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ നടന്ന സംഭവം പൗലോസ് പറയുകയാണ്. എന്താണ് പറയുന്നത്? അവിടെ അവൻ ഏതാനും ദിവസങ്ങൾ ഇതിന് സാക്ഷ്യം നൽകി. ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ആ സാക്ഷികളായിരുന്നവർ ഇന്ന് അവന്റെ സാക്ഷികളാണ് എന്ന് പറഞ്ഞാൽ 12 ഇന്ന് കർത്താവിന്റെ സാക്ഷികളായി പ്രസംഗിച്ച് നടക്കുകയാണ്. താഴേക്ക് വായിക്കാം. ദൈവം പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ മക്കൾക്ക് നിവർത്തിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പൗലോസിന്റെ ഈ സുവിശേഷം എന്താണ്? ദൈവം നമ്മുടെ പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്ത ആ പദ്ധതി കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് മക്കളായ നമുക്ക് നിവർത്തിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. പൗലോസാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു, സ്നാപയോഹന്നാൻ തുടങ്ങി, യേശു ക്രിസ്തു തുടങ്ങി, 12 തുടങ്ങി, സ്തേഫാനസ് തുടങ്ങി, ഇവരെ എല്ലാവരെയും പരിശുദ്ധാത്മാവിനെയും തിരസ്കരിച്ച് കളഞ്ഞ ജനം പൗലോസിനോട് വീണ്ടും ദൈവം അവരുടെ അടുക്കിലേക്ക് അയക്കുകയാണ്. പൗലോസ് വീണ്ടും അവരോട് പറയുകയാണ്, ഇത് നമുക്ക് വേണ്ടി അയച്ചിരിക്കുന്നു. മനസ്സിലായി? നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ ശബത്ത് തോറും വായിച്ച വചനങ്ങളെ ഒന്നും കേൾക്കാതെ മനസ്സിലാക്കാതെ ഇതൊക്കെയും ചെയ്തു. പക്ഷേ നമ്മുടെ ദൈവം നമ്മുടെ പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം നിവർത്തിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചുകൊണ്ട് ഇതാ മക്കളായി നമുക്ക് നിവർത്തിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ഇവിടെ സുവിശേഷിച്ചത് പ്രവാചകന്മാർ പറഞ്ഞ പ്രവചന പദ്ധതിയുടെ അടിസ്ഥാനത്തിലുള്ള ദൈവരാജ്യ സംബന്ധമായ സുവിശേഷമാണ് ഇവിടെ പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തി 13 പൗലോസ് പറയുകയാണോ? കൃപയാലല്ലോ വിശ്വാസമല്ല നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് അവിടെ പ്രസംഗിച്ചത്. ആ പീരീഡ് തുടങ്ങിയിരുന്നില്ല. ആ കാലഘട്ടത്തിൽ പൗലോസിനെ വിളിച്ച് വേർതിരിച്ച് വീണ്ടും യഹൂദന്റെ മധ്യത്തിലേക്ക് ദൈവം അയച്ചു. ഇനി മീൻ പിടിക്കുന്നവർ പറഞ്ഞിട്ട് കേൾക്കാൻ കഴിയില്ലെങ്കിൽ ഇതാ ജ്ഞാനികളിൽ ജ്ഞാനിയായ ഒരു മനുഷ്യനെ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്, പൗലോസിനെ. ന്യായപ്രമാണ സംബന്ധമായി വളരെ എരിവുള്ളൊരു മനുഷ്യൻ. പത്രോസിനെ കുറിച്ച് ചിലപ്പോൾ ചിന്തിക്കും, ചിലപ്പോൾ അവന് അറിവില്ലല്ലോ, മീൻ പിടിച്ച് നടന്നവനല്ലേ എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. എന്നാൽ പൗലോസിനെ എഴുന്നേൽപ്പിച്ചാലോ അവനറിവില്ല എന്നൊരു മനുഷ്യനും പറയില്ല. ഗമാലിയേലിന്റെ കാൽ കീഴിലിരുന്ന് വചനം പഠിച്ചവനാ,
തന്നെയുമല്ല സമപ്രായക്കാരെക്കാൾ എരിവുള്ളവനായതുകൊണ്ട് ഈ ന്യായപ്രമാണത്തിൽ അധികം മുതിർന്നു വന്നു എന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയൊക്കെ ഒരു എരിവ നമുക്ക് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയ്ക്കും നൽകിയിരിക്കുന്നത്. ദൈവവചനം പഠിക്കുവാനുള്ള താല്പര്യം. പക്ഷേ ശരിയായ അറിവ് കിട്ടിയത് കർത്താവിനെ കണ്ടുമുട്ടിയപ്പോഴാണെന്ന് മാത്രം. അപ്പോൾ പൗലോസും ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. പല രീതിയിൽ സിനഗോഗുകൾ തോറും ചെന്ന് പൗലോസ് ഈ സുവിശേഷം അറിയിക്കുകയാണ്. എന്നാൽ ഒടുവിൽ എന്താണ് സംഭവിച്ചത്? അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായം 23 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാലാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുക. ഉച്ചത്തിൽ വായിക്കണം. ഒരു ദിവസം നിശ്ചയിച്ചിട്ട് പലരും അവന്റെ പാർപ്പിടത്തിൽ അവന്റെ അടുക്കൽ വന്നു. അവരോട് അവൻ ദൈവരാജ്യത്തിന് സാക്ഷ്യം പറഞ്ഞ് മോശയുടെ ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളും ആധാരമാക്കി യേശുവിനെ കുറിച്ച് അവർക്ക് ബോധം വരുമാറ് രാവിലെ തുടങ്ങി സന്ധ്യ വരെ വിവരിച്ചു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് നിർത്തി വായിക്കാം. 23-ാം വാക്യമാണ് വായിച്ചത്. പൗലോസ് ഒരു ദിവസം നിശ്ചയിച്ചു, അവരുടെ അടുക്കൽ വന്നവരൊക്കെയും വിളിച്ചുകൂട്ടി അവൻ ദൈവരാജ്യത്തിന് സാക്ഷ്യം പറഞ്ഞു മോശയുടെ ന്യായപ്രമാണവും പ്രവാചക ഗ്രന്ഥങ്ങളും ആധാരമാക്കി യേശു ക്രിസ്തുവിനെ കുറിച്ച് ബോധം വരുമാറ് രാവിലെ തുടങ്ങി സന്ധ്യ വരെ പൗലോസ് വിവരിക്കുകയാണ്. ന്യായപ്രമാണ സംബന്ധമായ സകലതും അറിയാവുന്ന പൗലോസ് യേശു ക്രിസ്തുവാണ് മശിഹ എന്ന് തിരിച്ചറിഞ്ഞ സന്ദർഭത്തിൽ സ്വിച്ച് ഇട്ടപ്പോൾ ലെയ്ത്ത് കത്തിയതുപോലെ, മനസ്സിലായോ? താക്കോല് കിട്ടിയപ്പോൾ തുറന്നതിൽ കയറിയതുപോലെ യേശു ക്രിസ്തു എന്ന താക്കോല് കൃത്യമായി കയ്യിൽ കിട്ടിയപ്പോൾ സകലതും അവർക്ക് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ന്യായപ്രമാണ സംബന്ധമായും പ്രവാചക ഗ്രന്ഥങ്ങളെ ആസ്പദമാക്കിയും അവരുടെ കയ്യിലുള്ള തിരുവെഴുത്ത് ആസ്പദമാക്കി യേശു ക്രിസ്തു തന്നെ മശിഹ, അവൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെന്ന് ആർക്കും എതിരിടാൻ കഴിയാത്ത വിധം പൗലോസോടെ സമർത്ഥിക്കുകയാണ്. താഴേക്ക് വായിക്കാം. അവൻ പറഞ്ഞത് ചിലർ സമ്മതിച്ചു, ചിലർ വിശ്വസിച്ചില്ല. അവർ തമ്മിൽ യോജിക്കാതെ പിരിഞ്ഞു പോകുമ്പോൾ പൗലോസ് അവരോട് ഒരു വാക്ക് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ കുറച്ചുപേർ അംഗീകരിച്ചു, കുറച്ചുപേർ അംഗീകരിച്ചില്ല. തുടർന്ന് വായിക്കാം. നിങ്ങൾ ചെവി കൊണ്ട് കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കും, കണ്ണുകൊണ്ട് കണ്ടിട്ടും കാണാതിരിക്കും. കണ്ണുകൊണ്ട് കാണാതെയും ചെവി കൊണ്ട് കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിച്ച് മനം തിരിയാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് ഈ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നു. അവരുടെ ചെവി കേൾപ്പാൻ മന്ദമായിരിക്കുന്നു, അവരുടെ കണ്ണ് അടച്ചിരിക്കുന്നു എന്ന് ഈ ജനത്തിന്റെ അടുക്കൽ പോയി പറയാം. പ്രൈസ് ദി ലോർഡ്. യെശയ്യാ പ്രവാചകന്റെ പ്രവചനത്തെ ഉദ്ധരിച്ചുകൊണ്ട് പൗലോസ് പറയുകയാണ്, രാവിലെ മുതൽ വൈകുന്നേരം വരെ സന്ധ്യ വരെ നിന്ന് പ്രസംഗിച്ച് പറഞ്ഞ പൗലോസ് രാവിലെ മുതൽ രാത്രി വരെ പ്രസംഗിക്കുക എന്ന് പറഞ്ഞത് നിസ്സാര കാര്യമല്ല. ഇവിടെ 2 മണിക്കൂർ പ്രസംഗിക്കുമ്പോഴേക്കും തൊണ്ടയെല്ലാം വല്ലാതെ ആയി പോവുകയാണ്. എന്നാൽ പൗലോസ് ഇവിടെ തിരുവെഴുത്തുകളെ ആധാരമാക്കി രാവിലെ മുതൽ പ്രഭാതം മുതൽ സന്ധ്യ വരെ തിരുവെഴുത്തുകളെ ആധാരമാക്കി വിവരിച്ചുവെന്നാണ് പറയുന്നത്. എന്നാൽ ചിലർ വിശ്വസിച്ചു, ചിലർ വിശ്വസിക്കാതെ പോയപ്പോൾ പൗലോസ് പറയുകയാണ്, നിങ്ങളെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ ശരിയായി തന്നെ വിവരിച്ചിരിക്കുകയാണ്, പ്രവചിച്ചിരിക്കുകയാണ്. എന്താണ്? നിങ്ങൾ അവരോട് പോയി പറയുക, എന്നാൽ അവർ കേൾക്കും, ഗ്രഹിക്കില്ല. അത് അവർ കാണും, പക്ഷെ അത് തിരിച്ചറിയാൻ അവർക്ക് കഴിയില്ല. കാരണം എന്താ? ദൈവവചനം കേൾക്കുമ്പോൾ ഹൃദയം കഠിനമാക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ പൗലോസ് പറയുന്ന ഈ സുവിശേഷം ആ സദസ്സിൽ ഇരിക്കുന്ന പരീശന്മാർ, സദൂക്യർ, നിയമജ്ഞർ ഇവരുടെ ഉപദേശവുമായി ചേരാത്ത ഒന്നാണ്. അവരുടെ പാരമ്പര്യത്തിനെതിരെയാ പൗലോസ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ഹൃദയം കഠിനമാക്കിയിട്ട് പറയുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, പൗലോസ് പറഞ്ഞതൊന്നും ശരിയല്ല. അന്ന് പൗലോസ് പറഞ്ഞത് പോലും ശരിയല്ല എന്ന് പറഞ്ഞ തലമുറയായിരുന്നു. ഇന്നിപ്പോ നമ്മൾ പറയുന്നതൊന്നും ശരിയല്ല എന്നുള്ള തലമുറയാണെന്ന് മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ്, നിങ്ങളിലത് നിവർത്തിക്കും. എങ്ങനെ നിവർത്തിക്കും? നിങ്ങളിത് കേൾക്കും, ഗ്രഹിക്കില്ല. അവരത് കേട്ടവരാണ്, കണ്ടവരാണ്, യേശുവിനെ നേരിട്ട് കണ്ട് തൊട്ട് സൗഖ്യമായവരാണ്. വിശ്വസിക്കാത്തവർക്ക് യാതൊരു പ്രയോജനം ഉണ്ടായില്ല. എന്നാൽ വിശ്വസിക്കാത്ത, വിശ്വാസം കേൾവിയാൽ വന്ന നമ്മളാണ് അവരെക്കാൾ ഭാഗ്യവാന്മാർ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു വാക്യം കൂടി താഴേക്ക് വായിക്കാം. എന്നിങ്ങനെ പരിശുദ്ധാത്മാവ് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം നിങ്ങളുടെ പിതാക്കന്മാരോട് പറഞ്ഞിരിക്കുന്നത് ശരി തന്നെ. പ്രൈസ് ദി ലോർഡ്. 28-ാം വാക്യം കൂടി. ആകയാൽ ദൈവം തന്റെ ഈ രക്ഷ ജാതികൾക്ക് അയച്ചിരിക്കുന്നു, അവർ കേൾക്കും എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. പ്രൈസ് ദി ലോർഡ്. ഇവിടെയാണ് പൗലോസ് പറയുകയാണ്, 2-3 പ്രാവശ്യം പൗലോസ് മുന്നറിയിപ്പ് കൊടുത്തു, നിങ്ങളത് തിരസ്കരിക്കുന്നുവെങ്കിൽ ഇതാ ഈ രക്ഷ ജാതികളിലേക്ക് പോകുന്നു, ജാതികളിലേക്ക് തിരിയുന്നു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2000 വർഷമായി അബ്രാഹം മുതൽ യേശു ക്രിസ്തുവിന്റെ കാലം വരെ, ഇപ്പോഴിതാ പൗലോസിന്റെ കാലം വരെ യഹൂദരോട് ദൈവം ഇടപെടുകയാണ്.
യഹൂദൻ ഒന്നടങ്കം ഇത് തിരസ്കരിച്ചു കളഞ്ഞപ്പോൾ ദൈവം ജാതികൾക്ക് വേണ്ടി തിരിയുകയാണ്. പന്തിരുവരെ ഇസ്രായേലിലെ നഷ്ടപ്പെട്ട ആടുകളെ രക്ഷിക്കുവാൻ നിയമിച്ചതുപോലെ ഇവിടെ ഇതാ പൗലോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ സകല ജാതികൾക്കും വേണ്ടി വേർതിരിക്കുകയാണ്. റോമാലേഖനം 11-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. റോമാലേഖനം 11-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. എന്നാൽ ജാതികളായ നിങ്ങളോട് ഞാൻ പറയുന്നത്, ജാതികളുടെ അപ്പസ്തോലനായിരിക്കാൻ ഞാൻ എന്റെ സ്വജാതിക്കാർക്ക് വല്ല വിധേനയും സ്പർദ്ധ ജനിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. മതി. ജാതികളുടെ അപ്പോസ്തലനായിരിക്കയാൽ പൗലോസ് പറയുകയാണ്. ഇപ്പോൾ പൗലോസ് ആരുടെ അപ്പോസ്തലനായി? യഹൂദന്റെ മധ്യത്തിലേക്ക് അയച്ച അപ്പോസ്തലനായിട്ടല്ല അവിടെ പറയുന്നത്. അപ്പോൾ തന്നെ യഹൂദനോട് പറഞ്ഞു, അല്ലെ, സകല മനുഷ്യരുടെയും കണ്ണുകൾക്ക് ദൈവിക പ്രകാശം വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഒരു ദീപമായി പൗലോസിനെ ദൈവം എടുത്തുയർത്തി. അപ്പോൾ ഇതാ യഹൂദന്റെ തിരസ്കരണം മൂലം ഈ രക്ഷ ജാതികളിലേക്ക് പോവുകയാണ്. നമുക്കൊന്ന് രണ്ട് വാക്യങ്ങൾ കൂടി വായിക്കാം. റോമാലേഖനം തന്നെ 11-ാം അധ്യായത്തിന്റെ 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി, വിശ്വാസത്താൽ നീ നിൽക്കുന്നു. ഞെളിയാതെ ഭയപ്പെടുക. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. നിർത്തി വായിക്കാം. ദൈവം പറയുകയാണ്, ഞെളിയാതെ ഭയപ്പെടുക. ജാതികളുടെ അപ്പോസ്തലനായ പൗലോസ് ജാതികളോട് പറയുകയാണ്. ഒരിക്കൽ ഏശയ്യാ പ്രവാചകൻ തന്റെ ജനമായ ഇസ്രായേലിനോട് പ്രവചിച്ചതുപോലെ, നിങ്ങൾ കേൾക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല, നിങ്ങളുടെ ഹൃദയം കഠിനമാണ്, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞതുപോലെ ജാതികൾക്ക് വേണ്ടി തിരഞ്ഞെടുത്ത അപ്പോസ്തലനായ പൗലോസ് ജാതികളായ ലോകത്തിലെ സകല മനുഷ്യരോടും പറയുകയാണ്, നിങ്ങൾ ഞെളിയാതെ ഭയപ്പെട്ടുകൊള്ളുക. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ എന്ന രാജ്യത്തെ ദൈവം ആദരിക്കാതെ അവരെ വെട്ടിക്കളഞ്ഞതുപോലെ അവരെ തള്ളി മാറ്റി നിർത്തിയിട്ട് ഈ ജാതികളിലേക്ക് രക്ഷ കൊടുത്തു. എന്നിട്ട് പറയുകയാണ്, ജാതികൾക്കുള്ള കാലത്ത് ഈ കൃപയുടെ സുവിശേഷം വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടുകൊള്ളുക, ഞെളിയാതെ ഭയപ്പെടുക. കാരണം സ്വാഭാവിക കൊമ്പുകളെ ദൈവം വെട്ടിക്കളഞ്ഞുവെങ്കിൽ ജാതികൾക്കുള്ള ഈ കാലാവധിയും ദൈവം നിർത്തിക്കളഞ്ഞിട്ട് വീണ്ടും ഇസ്രായേലിലേക്ക് തിരിയുമെന്നുള്ളതാണ് ഒരു വാക്യം കൂടി താഴേക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആകയാൽ ദൈവത്തിന്റെ ദയയും ഖണ്ഡിതവും കാണുക. വീണവരിൽ ദൈവത്തിന്റെ ഖണ്ഡിതവും, നിന്നിലോ നീ ദയയിൽ നിലനിന്നാൽ ദയയും തന്നെ, അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. യഹൂദന് 2000 വർഷം കൊടുത്തു. എന്നാൽ ഇതാ ജാതികൾക്ക് വേണ്ടി അപ്പോസ്തലനായ പൗലോസിനെ നിയോഗിച്ചിട്ട് ഇന്നേക്ക് 2000 വർഷം ജാതികൾക്കും ദൈവം നൽകിയിരിക്കുകയാണ്. അന്ന് യഹൂദൻ ഈ രക്ഷയെ തിരസ്കരിച്ചു കളഞ്ഞപ്പോൾ ആ സ്വാഭാവിക കൊമ്പുകളെ ദൈവം വെട്ടിക്കളഞ്ഞു. ജാതീയ ലോകത്തോട് ദൈവം പറയുകയാണ്, അപ്പോസ്തലനായ ജാതികളുടെ അപ്പോസ്തലൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാത്രം അപ്പോസ്തലനല്ല, സകല ലോകത്തിലുള്ള സകല ജാതികൾക്കും വേണ്ടി ഒരുവനെ ദൈവം എഴുന്നേൽപ്പിച്ചു. അതുകൊണ്ടാണ് ജാതികളുടെ അപ്പോസ്തലനായിട്ട് ദൈവം തിരഞ്ഞെടുത്ത മനുഷ്യൻ എന്ന് പറയുന്നത്. ആ മനുഷ്യൻ പറയുകയാണ്, 22-ാം വാക്യത്തിൽ പറയുകയാണ്, ദൈവത്തിന്റെ ദയയും ഖണ്ഡിതവും കാണുക. വീണവരിൽ ദൈവത്തിന്റെ ഖണ്ഡിതവും, നിന്നിലോ നീ ദയയിൽ നിലനിന്നാൽ ദയയും തന്നെ, അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും. മനസ്സിലായോ? യഹൂദനെ ദൈവം കൈവിട്ടതുപോലെ, യഹൂദന് അംശമായി കാഠിന്യം ഭവിച്ചതുപോലെ, ഇസ്രായേൽ ജനത്തിന് തിരസ്കരണം സംഭവിച്ചതുപോലെ ജാതീയ ലോകത്തോടും ദൈവം ഇടപെടാൻ പോകുന്നു. കാരണം എന്താ? ഈ സുവിശേഷം ഇന്ന് പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാ. ഒരു കാലത്ത് ഈ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ, ദൈവരാജ്യ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ യേശുവിന്റെ നാമത്തിൽ നിങ്ങളൊന്നും പറയരുതെന്ന് പറഞ്ഞ് അവരെ പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്തു. അങ്ങനെ ദൈവം അയച്ചവരെ നിരന്തരം പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്തപ്പോൾ അവരുടെ ദൈവരാജ്യ പദ്ധതിക്ക് വിരാമം കുറിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ താൽക്കാലിക നിർത്തൽ വെച്ചുകൊണ്ട് ജാതികൾക്ക് ഈ രക്ഷ കൊടുത്തു. അതോ അനാദികാലം മുതലേ മറഞ്ഞിരുന്നൊരു മാർമിക സത്യത്തിലൂടെയാണ് രാജ്യത്തിന്റെ സുവിശേഷത്തിൽ ഒരുവൻ രക്ഷിക്കപ്പെടുന്നത് പോലെയല്ല. അല്ല, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയിൽ നാം രക്ഷിക്കപ്പെടുന്നത്. നാം എങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത്? അല്ലെങ്കിൽ രാജ്യത്തിന്റെ സുവിശേഷ പ്രകാരം എങ്ങനെയാണ് അവർ രക്ഷിക്കപ്പെട്ടത്? കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ചു, യേശു തന്നെ മശിഹ, അവിടെ മാനസാന്തരം, ജലസ്നാനം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, അപ്പോസ്തലന്മാരുടെ ഉപദേശം, ഇത് രാജ്യത്തിന്റെ സുവിശേഷത്തിൽ ആവശ്യമായിരുന്നു. കർത്താവ് പഠിപ്പിച്ച വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, കണ്ണു ചൂഴ്ന്നു കളയുക, കൈവെട്ടിക്കളയുക, രണ്ടുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കുക, നിന്റെ സ്വത്ത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്നീ ഉപദേശത്തിൽപ്പെട്ട
ദൈവരാജ്യത്തിന്റെ സുവിശേഷം മറ്റൊന്നായിരുന്നു. എന്നാൽ ഇവിടെ വെളിപ്പെട്ടതോ ദൈവം നമ്മളോട് ക്ഷമിച്ചിട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലൂടെ ഒഴുകിയ തിരുരക്തത്താലുള്ള പാപമോചനം നമുക്ക് നൽകിക്കൊണ്ട് യേശുവിന്റെ തിരുരക്തം സകല പാപങ്ങളെയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് പറയുന്ന ആ ദൈവവചന അടിസ്ഥാനത്തിൽ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ വിശ്വസിക്കുന്ന ആ ഒരു വ്യക്തിക്ക് വിശ്വാസത്താലുള്ള സൗജന്യ രക്ഷ ദൈവം നൽകുകയാണ്. വിശ്വാസത്താലുള്ള സൗജന്യ നീതീകരണം ദൈവം നൽകുകയാണ്. ഇവിടെ രക്ഷയ്ക്ക് ഒരു പ്രവൃത്തിയും ആവശ്യമില്ല, ജലസ്നാനവും ആവശ്യമില്ല. ഇവിടെ ആവശ്യമായിരിക്കുന്നത് സുവിശേഷം കേട്ട് വിശ്വസിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ സ്നാനപ്പെടുത്തി യേശു ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയോട് ചേർക്കുകയാണ്. ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് കാര്യങ്ങൾ തിരിയുകയാണ്. രാജ്യത്തിന്റെ സുവിശേഷത്തിൽ നിന്നും കൃപയുടെ സുവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഈ വ്യത്യാസത്തെയാണ് റൈറ്റ്ലി ഡിവൈഡ് ദ വേർഡ് ഓഫ് ട്രൂത്ത്, ദൈവവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുക, വിഭജിച്ച് കൃത്യമായി മനസ്സിലാക്കുക. ആരോട് എന്തിനു പറഞ്ഞു, ഇതെല്ലാം കൂടി കൂട്ടി മിക്സ് ചെയ്ത് ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ തിരിച്ചു വരട്ടെ. ഇവിടെ പറയുകയാണ്, ജാതികളോട് പറയുകയാണ്, യഹൂദൻ തിരസ്കരിച്ചപ്പോൾ ദൈവം അവനെയും തിരസ്കരിച്ചു. ജാതികളായി നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ഞെളിയണ്ട, നിങ്ങൾ ഈ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെടുവാൻ നിങ്ങൾക്ക് മനസ്സിലെങ്കിൽ സ്വാഭാവിക കൊമ്പുകളെ വെട്ടിക്കളഞ്ഞതുപോലെ കാട്ടൊലിവായി നിങ്ങളെയും എന്ത് ചെയ്യും? ദൈവം തള്ളിക്കളയും. ഇവിടെ പറയുന്നു, നീയും ഛേദിക്കപ്പെടും. 2000 വർഷം ജാതികൾക്ക് കൊടുത്തു, കൃപയാലുള്ള സൗജന്യ രക്ഷ കൊടുത്തു, സൗജന്യമായി കയറിപ്പോരെ എന്ന് ദൈവം പറഞ്ഞു. എന്നിട്ടും ഇപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് നടക്കുന്ന ക്രിസ്തീയ ഗോളങ്ങളുണ്ട്. എന്നാൽ അതിൻ്റെ ഈ തിരുവചനത്തെ തള്ളിക്കളയുന്ന സുവിശേഷകർക്കെതിരെ നിൽക്കുന്ന ഈ ലോക ജനതകളുണ്ട്, ജാതികളുണ്ട്. അവരോട് ദൈവം പറയുകയാണ്, നീയും ദൈവസന്നിധിയിൽ നിന്ന് തള്ളപ്പെടും, മുറിച്ചു നീക്കപ്പെടും, നിത്യനരകത്തിലേക്ക് പോകേണ്ടതായി വരും. പ്രൈസ് ദി ലോർഡ്. 11-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം കൂടി ഒന്ന് വായിക്കാം. സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പൗലോസ് പറയുകയാണ്, സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരാണെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നരുത്. നിങ്ങളൊരു രഹസ്യം മനസ്സിലാക്കണം. എന്താണ്? വായിച്ചോ. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. കണ്ടോ? ജാതികളുടെ സംഖ്യ പൂർണ്ണമാകുന്നത് വരെ ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. നമ്മൾ എന്താണ് പറഞ്ഞത്? ഇസ്രായേലിന് ഈ കാഠിന്യം ഭവിച്ചപ്പോൾ ദൈവം അവരുടെ പദ്ധതിയെ അവർക്കിനി കാണാൻ കഴിയാതെ വണ്ണം മറച്ചിരിക്കുന്നു. അതിലും ഒരു ന്യൂനപക്ഷം, യഹൂദനെന്നോ യവനെന്നോ വ്യത്യാസം കൂടാതെ ഇന്ന് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയോട് ചേരുവാൻ ദൈവം ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. നമ്മെ പോലെ തന്നെ കൃപായുഗ സുവിശേഷം വിശ്വസിച്ച് ലോകത്തുള്ള ഏതൊരു മനുഷ്യനും യഹൂദനും രക്ഷിക്കപ്പെടാം. പക്ഷേ ഇത് കൂടുതലായി ജാതികൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. യഹൂദ പാരമ്പര്യം കൊണ്ടിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ രക്ഷയില്ല. മറിച്ച് കൃപായുഗ സുവിശേഷത്തിൽ ജാതികൾക്ക് വേണ്ടി ദൈവം തുറന്നിരിക്കുന്ന ഈ രക്ഷ അനുഭവിച്ച് അത് വിശ്വസിച്ചാൽ ഇന്ന് യഹൂദിന് വേണമെങ്കിൽ രക്ഷയിലേക്ക് വരാം. അതിന് തടസ്സമൊന്നുമില്ല. എന്നാൽ നമ്മളോട് പറയുകയാണ്, നിങ്ങൾ അധികം ബുദ്ധിമാന്മാരാണെന്നൊന്നും നിனைക്കരുത്. താഴേക്ക് വായിക്കാം. ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും, അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുന്നതിന്റെ സന്ദേശം ഇങ്ങനെയാണ്. അതായത് ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ തികഞ്ഞു കഴിയുമ്പോൾ, ഈ ലോകത്ത് ഈ സുവിശേഷത്തെ തിരസ്കരിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ, മനസ്സിലായോ? ജാതികളുടെ സംഖ്യ പൂർണ്ണമാകുമ്പോൾ കർത്താവ് മധ്യാകാശത്തിൽ വന്ന് നമ്മെ ചേർക്കും. മനസ്സിലായോ? പിന്നെ എന്ത് സംഭവിക്കും? ആ നിർത്തി വച്ചിരിക്കുന്ന യഹൂദന്റെ പദ്ധതി ദൈവം വീണ്ടും പുനരാരംഭിക്കും. ഇങ്ങനെ ഇസ്രായേൽ രക്ഷിക്കപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ജാതികളുടെ രക്ഷയാണോ ഇസ്രായേലിന്റെ രക്ഷയാണോ വെച്ചിരിക്കുന്നത്? ജാതികളുടെ കാലം പൂർണ്ണമായാലേ ഇനി നിർത്തിവെച്ചിരിക്കുന്ന യഹൂദനിലേക്ക് കാര്യങ്ങൾ പോവുകയുള്ളൂ. പ്രിയമുള്ളവരെ, നമുക്കത് കൃത്യമായിട്ടൊന്ന് ചിന്തിക്കാം. നമ്മുടെ പ്രത്യാശയായ റാപ്ചറിനെ കുറിച്ച് ചിന്തിക്കേണ്ടത് ആവശ്യമാണെങ്കിലും രാജ്യത്തിന്റെ സുവിശേഷത്തിൽ നിന്നും കൃപയുടെ സുവിശേഷത്തിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെടാൻ കാരണമായത് യഹൂദന്റെ തിരസ്കരണമാണ്. ദൈവരാജ്യ സംബന്ധമായി അവരുടെ അറിയിച്ച ആലോചനകളെ സ്നാപക യോഹന്നാൻ തുടങ്ങി, അല്ലെങ്കിൽ പ്രവാചകന്മാർ തുടങ്ങി, കർത്താവായ യേശു ക്രിസ്തു തുടങ്ങി, അപ്പോസ്തലന്മാർ 12 പേര് തുടങ്ങി, സ്തെഫാനോസ് തുടങ്ങി, പൗലോസ് അടക്കം അവരുടെ ഇടയിൽ ഇടപെട്ടു. അവർ തിരസ്കരിച്ചു കളഞ്ഞപ്പോൾ പൗലോസ് പറഞ്ഞു, ഇതാ രക്ഷ ജാതികളിലേക്ക് പോകുന്നു, ലോകത്തിന്റെ അറുതികൾ വരെ പ്രകാശമായിരിക്കുവാൻ
ഈ സുവിശേഷം എന്നെ പരമൽപ്പിച്ചിരിക്കുന്നു. നമുക്കൊരു വാക്യം ഒന്നെടുക്കാം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം നമുക്കറിയാം. കൊലോസ്യ ലേഖനം 1:23 വായിക്കാം. അതിനു മുൻപ് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. രാജ്യത്തിന്റെ സുവിശേഷ പ്രകാരം ഈ സുവിശേഷം ലോകത്തിന്റെ അറുതികൾ വരെ എത്തിക്കുവാൻ 12 അപ്പോസ്തലന്മാരെയാണ് കർത്താവ് നിയമിച്ചത്. അതെങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? വാക്യങ്ങൾ മാത്രം പറയാം. കൊലോസ്യ ലേഖനം 1:23 കയ്യിലെടുത്ത് വയ്ക്കുക. അപ്പോസ്തല പ്രവൃത്തി 1:8, മത്തായി 24:14, 28:20 വാക്യം. ഇവിടെയൊക്കെയും പറയുന്നത് നിങ്ങൾ ലോകം മുഴുവനും പോയി ജെറുസലേമിൽ തുടങ്ങി യഹൂദ്യ ശമരിയ ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകണം. ഈ രാജ്യത്തിന്റെ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ ദൈവം പദ്ധതികൾ തുടങ്ങിയെങ്കിലും 12 അപ്പോസ്തലന്മാരിലൂടെ ആ സുവിശേഷം ലോകത്തിന്റെ അറുതികൾ വരെ എത്തിയില്ല. കാരണം എന്താ? ജെറുസലേമിൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിയാതെ അപ്പോസ്തലന്മാരെ പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്തു. പിന്നെ എങ്ങനെയാണ് ഈ രക്ഷ അറുതി വരെ എത്തുന്നത്? അപ്പോസ്തലന്മാരിലൂടെ ശുശ്രൂഷിച്ച ശുശ്രൂഷ പുരോഹിതന്മാർ എതിർക്കുകയാണ്. ജെറുസലേം വിട്ടവർ പോകുവാൻ അനുവദിച്ചില്ല. അതിനു മുൻപേ അവരെ കൊല്ലുകയും പീഡിപ്പിക്കുകയും ചെയ്തതുകൊണ്ട് ദൈവം ആ ജനത്തോട് ഇടപെട്ടിട്ടും അവർ തിരസ്കരിച്ചതുകൊണ്ട് എന്ത് സംഭവിച്ചു? ആ ദൈവരാജ്യം ലോകത്തിന്റെ അറുതികൾ വരെ എത്തിയില്ല. എന്നാൽ ഇപ്പോൾ ഒരു വാക്യം വായിക്കാം. കൊലോസ്യ ലേഖനം 1:23 വാക്യം. ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചു, പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നു. നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവന്റെ മുമ്പിൽ നിൽക്കും. പ്രൈസ് ദി ലോർഡ്. പൗലോസായ ഞാൻ അതിന്റെ ശുശ്രൂഷകനായിരിക്കുന്നു എന്നാണ് അവിടെ പറയുന്നത്. ഇവിടെ പറയുകയാണ് ആകാശത്തിന് കീഴിലുള്ള സകല സൃഷ്ടികളോടും പൗലോസാണ് സുവിശേഷം അറിയിച്ചതെന്നാണ് ഇവിടെ പറയുന്നത്. അതെന്താ കാരണം? 12 വരെ ഏൽപ്പിച്ച ശുശ്രൂഷ ആദ്യം ജെറുസലേമിൽ നടന്നിട്ട് വേണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ലോകത്തിന്റെ അറുതികൾ വരെ എത്തുവാൻ. പക്ഷേ അതിന് യഹൂദ പ്രമാണികൾ തന്നെ വിലങ്ങുതടിയായി നിന്നു. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? ദൈവത്തിന്റെ മഹാജ്ഞാനത്തിൽ അനാദികാലം മുതലേ മറഞ്ഞിരുന്ന ഒരു മാർമിക സത്യം പൗലോസിന് വെളിപ്പെടുത്തിക്കൊണ്ട് പൗലോസിലൂടെ ആകാശത്തിന് കീഴിലുള്ള സകല സൃഷ്ടികളോടും, ഒരു ഭൂമിയുടെ അതിർത്തിയാണ് കൊച്ചു കേരളം, ഇത് കഴിഞ്ഞാൽ കടലാണ് അല്ലേ, അതിന്റെ ഒരു അറ്റമാണ് നമ്മുടെ കൊച്ചി പട്ടണം അല്ലേ, ഇവിടെയും ആകാശത്തിന് കീഴിലുള്ള നമ്മളിലേക്ക് കൃപയുടെ സുവിശേഷം എത്തിച്ചു ദൈവം. മനസ്സിലായോ? അത് പൗലോസാണ് അതിന്റെ അപ്പോസ്തലൻ എന്നാണ് പറയുന്നത്. പൗലോസ് എന്ന് ഞാൻ ഇതിന്റെ ശുശ്രൂഷകനായി തീർന്നു എന്നാണ് പൗലോസ് പറയുന്നത്. കൊലോസ്യ ലേഖനം 1:23. അപ്പോൾ 12 ചെയ്യാൻ കഴിയാതിരുന്ന കാര്യം ഇതാ കൃപയുടെ സുവിശേഷത്താൽ പൗലോസിലൂടെ ദൈവം ഇത് ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പ്രിയമുള്ളവരെ, ഈ ശുശ്രൂഷ നമുക്ക് ലഭിച്ച ഈ ശുശ്രൂഷയിലൂടെ, പൗലോസിന്റെ അപ്പോസ്തലത്വത്തിലൂടെ ലഭിച്ച ഈ ശുശ്രൂഷയാൽ വിശ്വാസം മൂലം കൃപയാലല്ലോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങളുടെ പ്രവൃത്തി കാരണമല്ല എന്ന് പറയുന്ന സുവിശേഷം കർത്താവായ യേശുക്രിസ്തു തിരുവെഴുത്തുകളിൽ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു, അതിലുള്ള ആഴമായ വിശ്വാസം. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനാലുള്ള സ്നാനം നൽകി ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയോട് ചേർത്ത്, അങ്ങനെ ഒരു പ്രവൃത്തിയും കൂടാതെ ഒന്നുമില്ലാതിരുന്ന നമ്മെ എല്ലാമാക്കി തീർത്ത് കർത്താവ് മധ്യാകാശത്തിൽ വന്ന് റാപ്ചറാക്കി എടുത്തുകൊണ്ടുപോകും. ആ റാപ്ചർ എപ്പോൾ സംഭവിക്കും? വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, തുടർന്ന് മേലാൽ സംഭവിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് യോഹന്നാന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ, ഈ സുവിശേഷത്തിന്റെ ജൈത്രയാത്രയും തുടർന്ന് ഈ സുവിശേഷത്തിന്റെ ഒടുവിൽ യഹൂദന്മാർ ഈ സുവിശേഷത്തെ, രാജ്യത്തിന്റെ സുവിശേഷത്തെ തിരസ്കരിച്ചതുപോലെ തന്നെ ലോകത്തിലെ സകല ജാതികളും മേലിൽ യേശുക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിച്ചു പോകരുത്, മേലിൽ ബൈബിൾ കൊണ്ട് ഞങ്ങളുടെ രാജ്യത്ത് കടന്നു പോകരുത്. ഇപ്പോൾ തന്നെ ബൈബിൾ പിടിച്ചുകൊണ്ട് പോകുന്ന ചില രാജ്യങ്ങളിൽ ആ ബൈബിൾ കയ്യിൽ കണ്ടാൽ ജയിൽ ശിക്ഷ ഉറപ്പായ രാജ്യങ്ങളുണ്ട്. ഞാൻ പേരെടുത്തൊന്നും പരാമർശിക്കുന്നില്ല. അപ്പോൾ തന്നെ ദൈവവചനം ബാൻ ചെയ്തിരിക്കുന്ന രാജ്യങ്ങളുണ്ട്, ക്രിസ്തീയ ആരാധന നിർത്തൽ ചെയ്തിരിക്കുന്ന രാജ്യങ്ങളുണ്ട്. ഇനി ഈ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന 5-ാം മുദ്ര കൂടി പൊട്ടിയാൽ മതി. അവിടെ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം മുതൽ താഴേക്ക് വായിക്കുമ്പോൾ അവിടെ കൂട്ടമായിട്ടുള്ളൊരു സുവിശേഷകർക്കെതിരെ, സുവിശേഷത്തിനെതിരെ, തിരുവചനത്തിനെതിരെ ഈ ലോകം മുഴുവനും എതിർ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ വരും.
മനസ്സിലായോ? നാം വന്നെത്തി നിൽക്കുന്ന കാലഘട്ടം എന്താണെന്ന് മനസ്സിലായോ? പല രാജ്യങ്ങളിലും ഇന്ന് ബൈബിൾ വായിക്കാൻ പാടില്ല, കൊണ്ടു നടക്കാൻ പാടില്ല. ഒരു ക്രിസ്തീയ കൂട്ടായ്മ കണ്ടാൽ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന രാജ്യങ്ങൾ ഒത്തിരിയുണ്ട്. ഇത് ലോകവ്യാപകമാകും. ഈ സുവിശേഷം പറയുന്നവരെ ഈ ലോകം കൊന്നുകളയും. ആ സാഹചര്യത്തിൽ ഓർത്തുകൊള്ളുക, നമ്മൾ പ്രത്യാശ വെച്ചിരിക്കുന്ന കർത്താവ് മധ്യാകാശത്തിൽ വരും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ റാപ്ചറായി കഴിഞ്ഞാൽ, വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ഈ ലോകത്തെ ഞെട്ടിവിറപ്പിച്ചുകൊണ്ട്, മരിച്ചവരെ ഉയർത്തെഴുന്നേറ്റുകൊണ്ട്, നാം രൂപാന്തരപ്പെട്ടുകൊണ്ട് ആകാശം കീറി കർത്താവ് നമ്മെ കൊണ്ടുപോകുന്ന റാപ്ചർ കാണുമ്പോൾ ഈ ലോകത്തുള്ള രാജാക്കന്മാരും ഉന്നത സ്ഥാനന്മാരും ഞെട്ടിവിറച്ചുകൊണ്ട് പറയും, അയ്യോ, ദൈവകോപം പൊട്ടി പുറപ്പെട്ടിരിക്കുന്നു എന്ന് പറയത്തക്കവണ്ണം നമ്മൾ വളരെ സ്മൂത്തായി റാപ്ചറിൽ എടുക്കപ്പെടും. കർത്താവിന്റെ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കും. നമുക്ക് പ്രതിഫലങ്ങൾ ലഭിക്കും. നാം സ്വർഗത്തിൽ കർത്താവിനോട് വാഴും. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു എന്നൊക്കെ പറയുന്നത് അപ്പോൾ നിവർത്തിക്കും. അപ്പോൾ തന്നെ ഈ നിർത്തിവെച്ചിരിക്കുന്ന ദൈവരാജ്യ പദ്ധതി ഉണ്ടല്ലോ, നമ്മുടെ റാപ്ചറിന് ശേഷം, വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ ഈ റാപ്ചറിന് ശേഷം പറയുകയാണ്, ഇസ്രായേലിൽ 144,000 പേരെ ഓരോ ഗോത്രത്തിൽ നിന്നും 12,000 പേരെ വെച്ച് മുദ്രയിടുകയാണ്. എന്താ കാരണം? 12 അപ്പോസ്തലന്മാരിലൂടെ ഈ രാജ്യത്തിന്റെ സുവിശേഷം ലോകത്തിന്റെ അറുതികളിൽ എത്തിക്കണമായിരുന്നു. എത്തിക്കാൻ കഴിഞ്ഞില്ല. അതിനിടയിൽ ഇതാ യഹൂദന്റെ തിരസ്കരണം മൂലം രാജ്യത്തിന്റെ സുവിശേഷം തിരസ്കരിച്ചതുകൊണ്ട് കൃപയുടെ സുവിശേഷം ദൈവം വെളിപ്പെടുത്തി. 2000 വർഷമായി കൃപയുടെ സുവിശേഷം പല വിധത്തിലുള്ള കഷ്ടങ്ങളിലൂടെ, പീഡകളിലൂടെ കടന്നുപോയി നാം കർത്താവ് മധ്യാകാശത്തിൽ വരുമ്പോൾ റാപ്ചറായി പോയി കഴിഞ്ഞാൽ, ഇവിടെ ഇതാ നിർത്തിവെച്ചിരിക്കുന്ന ദൈവരാജ്യം പുനരാരംഭിക്കുവാൻ വേണ്ടി 144,000 പേരെ മുദ്രയിട്ട് വേർതിരിക്കുകയാണ്. അവരാണ് മത്തായി 24:14 പറയുന്നത് പോലെ ലോകത്തിൽ സകലയിടത്തും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടും, അപ്പോൾ അന്ത്യമാഗതമാകും എന്ന് പറയുന്ന ആ വചനം നിവർത്തിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഭൂമിയുടെ അതിർത്തികൾ വരെയും എന്റെ സാക്ഷികളായിരിക്കുമെന്ന് പറഞ്ഞ ആ വചനം നിവർത്തിക്കുവാൻ വേണ്ടി ദൈവം 144,000 പേരെ മുദ്രയിട്ട് വേർതിരിക്കുകയാണ്. അന്ന് അവർക്ക് എന്തൊക്കെ സംഭവിക്കും? പത്രോസിനെ പിടിച്ച് കാരാഗ്രഹത്തിലിട്ടപ്പോൾ കാരാഗ്രഹം അവർക്ക് വേണ്ടി ദൂതൻ വന്ന് തുറന്നതുപോലെ സുവിശേഷം എത്തിക്കുവാൻ അവരെ ദൈവം മുദ്രയിട്ട് പറഞ്ഞയക്കുമ്പോൾ അതിനെതിരെ നിൽക്കുന്ന ഏതൊരു ശക്തിയെയും ഒന്നും തന്നെ ചെയ്യാൻ കഴിയാതെ അവരെല്ലാം ജൈത്രയാത്ര ചെയ്ത് ഈ ലോകത്ത് മുഴുവനും അവർ സുവിശേഷീകരണം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അവരുടെ ശുശ്രൂഷ കഴിയുമ്പോൾ അവരുടെ ദൈവം അവരെ ഈ ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും, ദൈവസ്ഥാനത്തിലേക്ക് അവരെയും എടുക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. അത് രാജ്യത്തിന്റെ സുവിശേഷം വീണ്ടും പുനരാരംഭിക്കുന്നതാ. പൗലോസ് എന്താ പറഞ്ഞത്? ജാതികളുടെ സംഖ്യ പൂർണ്ണമായി കഴിയുമ്പോൾ ഇസ്രായേലിലേക്കുള്ള പദ്ധതി വീണ്ടും തിരിയും. ആ പദ്ധതി തിരിയണമെങ്കിൽ അവിടെ 12 പേർക്ക് പകരം ഇതാ 144,000 പേരെ, 12,000 പേരെ വെച്ചൊരു ഗോത്രത്തിൽ നിന്ന് മുദ്രയിടുകയാണ്. ഈ ലോകം മുഴുവനും ദ്രുതഗതിയിൽ ഇവർ സുവിശേഷം നടത്തും. ഇവിടെ റാപ്ചറിന് ശേഷം ശേഷിക്കുന്നവരോട് സുവിശേഷം അറിയിക്കും, രാജ്യത്തിന്റെ സുവിശേഷം അറിയിക്കും. അവിടെയും രക്ഷപ്പെടാൻ ഓപ്ഷൻ ഉണ്ട്. പക്ഷേ കൃപായുഗത്തിലെ സൗജന്യ രക്ഷ സ്വീകരിക്കാൻ കഴിയാതിരിക്കുന്നവർക്ക് കാത്തിരിക്കുന്നത് വളരെ കഠിനമായിട്ടുള്ള ശോധനകളാണ്. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകം പിന്നീട് തുടർന്ന് വായിക്കുമ്പോൾ ദൈവം ഓരോ മുദ്രയും കലശവും മറ്റുള്ള ന്യായവിധികളും കാഹളവും ഒക്കെ ഊതുമ്പോൾ ഭൂമിയിൽ ഒന്നൊന്നായി അനർത്ഥങ്ങൾ സംഭവിക്കുകയാണ്. ഇവിടേക്ക് മനുഷ്യർ ദൈവത്തെ ദുഷിക്കുന്നതായിട്ടാണ് കാണുന്നത്. രക്ഷ വളരെ സ്ലിം ആയിട്ടുള്ള ഒരു ചാൻസ് ആണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ പ്രിയമുള്ളവരെ, സമയം ദീർഘിച്ചു പോകുന്നുവല്ലോ. ഹല്ലേലൂയ. നമുക്കിതിന്റെ തുടർച്ചയായിട്ടും പല കാര്യങ്ങളും ചിന്തിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ 1-2 പ്രത്യേകതകൾ കൂടി നമുക്കൊന്ന് ചിന്തിച്ചിട്ട് ഇന്നത്തെ സന്ദേശം അവസാനിപ്പിക്കാം. ഇവിടെ പറയുകയാണ്, 2 തെസ്സലോനിക്ക ലേഖനം 2-13 അധ്യായത്തിൽ പറയുകയാണ്. വാക്യങ്ങൾ ഞാൻ പറയും, അതിന്റെ സന്ദേശം മാത്രം ഞാൻ പറഞ്ഞു പോവുകയാണ് സമയത്തിന്റെ പരിധി കൊണ്ട്. നാം ആദ്യ ഫലമാണ് എന്നോട് പറയുന്നു. ക്രിസ്തുവിന്റെ രക്തത്താൽ നേടിയെടുക്കപ്പെടുന്ന സകലരും ഒരു വിധത്തിലുള്ള ദൈവത്തിന്റെ ആദ്യ ഫലമാണ്. മനസ്സിലായോ? ഈ 144,000 പേരെയും ആദ്യഫലം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഭൂമിയിൽ നിന്നുള്ള ദൈവത്തിന് വേണ്ടിയുള്ള ആദ്യ ഫലം. പ്രിയമുള്ളവരെ, ഞാൻ ഈ വചനം ചിന്തിച്ചപ്പോൾ, ഞാനൊരു കർഷകനാണ്. ഞാനൊരു ഏത്തക്കൊല വെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ മാണിക്കായ എന്ന് പറയും, കറി വയ്ക്കാനൊന്നും കൊള്ളുകയില്ല. അത് തുമ്പ് വെട്ടിക്കളഞ്ഞ് അത് വീണ്ടും വാഴയുടെ കടക്കിയിടും.
പിന്നെ വല്ല ആടുകളുണ്ടെങ്കിൽ അതിന് കൊടുക്കാം, അത്രയേ ഉള്ളൂ. പക്ഷേ അതിന് നല്ല കൊലയാണ്, നല്ല ഏത്തക്കൊല എന്ന് പറയുമ്പോൾ നല്ല തൊടമുള്ള ഏത്തക്കായാണ് നമുക്ക് കഴിക്കാൻ കൊള്ളുന്നത്. ഒരർത്ഥത്തിൽ ഈ മാണിക്കായ പോലെ നിന്നിരുന്ന നമ്മെ ആദ്യത്തെ പടല എന്ന് പറഞ്ഞാൽ 2.5-3 കിലോ തൂക്കം വരുന്ന, അല്ലെങ്കിൽ 4 കിലോ തൂക്കം വരുന്ന ഒന്നാം തരം ഒരു ആദ്യത്തെ പടലയാക്കി ക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മെ മാറ്റി. മാണിക്കായ ആയിരുന്ന, വെട്ടിത്തോട്ടിലിടുവാൻ മാത്രം ഗുണമായിരുന്ന നമ്മെ ശ്രേഷ്ഠമായ ആദ്യ ഫലമാക്കി കർത്താവ് നമ്മെ തീർത്തു. ക്രിസ്തുവിന്റെ രക്തത്താൽ, കുരിശിലൂടെ ഒഴുകിയ രക്തത്താൽ ആരൊക്കെ രക്ഷിക്കപ്പെടുന്നുവോ അതിനെ ബോഡി ഓഫ് ക്രൈസ്റ്റായി ദൈവം പണിയുമ്പോൾ ഇതിനെയെല്ലാം ആ ശ്രേഷ്ഠമായ ആദ്യ ഫലമായി ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവം കരുതുകയാണ്. പ്രൈസ് ദി ലോർഡ്. നന്ദിയുണ്ടോ? നന്ദിയുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നുമല്ലാതിരുന്ന നമ്മെ ആദ്യ ഫലമായി കർത്താവ് മാറ്റി. എങ്ങനെ മാറ്റി? ക്രിസ്തുവിന്റെ ക്രൂശിലൂടെയുള്ള ആ സൗജന്യ രക്ഷയിലൂടെ നമ്മൾ മാറ്റിയെടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മുൻപന്മാരായിരുന്ന പലരെയും പിൻപന്മാരും, പിൻപന്മാരായിരുന്ന പലരെയും മുൻപന്മാരുമാക്കുന്ന ദൈവത്തിന്റെ കൃപയുടെ സുവിശേഷം ആദ്യ ഫലമാക്കി തീർത്തു. 1 കൊരിന്ത്യർ ലേഖനം 16:15 പറയുന്നുണ്ട്. അവിടെ ഒരു ആദ്യ ഫലത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്ന കുടുംബം ഒരു ആദ്യ ഫലമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ലോകത്തുള്ള സകല മനുഷ്യരും ഈ കൃപയുടെ സുവിശേഷം കേട്ട് വിശ്വസിക്കുന്നുവെങ്കിൽ 2000 വർഷമായി ദൈവം പണിതുകൊണ്ടിരിക്കുന്ന ക്രിസ്തുവിന്റെ ശരീരമാകുന്ന ഈ സഭയെ ദൈവം ആദ്യ ഫലം എന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തന്നെ നമുക്ക് 1-2 വാക്യങ്ങളോട് നമുക്കൊന്ന് വായിക്കേണ്ടതായി വരും. ഇവിടെ പറയുകയാണ്, എഫെസ്യ ലേഖനം 2-ാം അധ്യായം 6-7 വാക്യങ്ങളൊന്ന് വായിക്കാം. എഫെസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 6-7 വാക്യങ്ങൾ. ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗ്ഗത്തിൽ ഇരുത്തുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അവിടെ നിർത്തി വായിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ്. നമുക്കറിയാം, ദൈവം നമ്മോട് കാണിച്ച ഈ അത്യന്ത കൃപ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുവിനോട് കൂടെ നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. ഇന്ന് നമ്മൾ ആരുമല്ല. ലോകത്തിന്റെ ചപ്പും ചവറും പോലെയാണ് നമ്മൾ. അല്ലെങ്കിൽ ഒരു പ്രദർശന വസ്തു പോലെ പൗലോസ് പറയുന്നത് പോലെ ഞങ്ങൾ ഇന്ന് ലോകത്തിന്റെ ചപ്പും ചവറുമാണ്, ഒരു പ്രദർശന വസ്തു പോലെയാണ്. ഞങ്ങൾ ലോകത്തിന്റെ കണ്ണിൽ ആരുമല്ല. പക്ഷേ ദൈവത്തിന്റെ കണ്ണിൽ നമ്മൾ ആദ്യ ഫലം തന്നെയുമല്ല, വരും കാലങ്ങളിൽ ആ സ്വർഗത്തിൽ എത്തിച്ചുകൊണ്ട് ദൈവം ചിലത് നമ്മെ കുറിച്ചൊന്ന് കാണിച്ചു തരും ലോകത്തിന്റെ മുൻപിൽ. പ്രൈസ് ദി ലോർഡ്. അടുത്തത് നമുക്ക് താഴേക്ക് വായിക്കാം. നമ്മെ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തി സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് നാം ഈ ഭൂമിയിലാണ് ഇരിക്കുന്നത്. എന്നാൽ വചനം പറയുന്ന നമ്മളെ സ്വർഗത്തിലാണ് ഇരുത്തിയിരിക്കുന്നതെന്ന്. ഇതെങ്ങനെ സംഭവിക്കും? ഇതെങ്ങനെ കാര്യം സാധിക്കും? ഫിലിപ്പി ലേഖനം 3:20 പറയുന്നു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. എങ്കിൽ നമുക്ക് സ്വർഗത്തിലെത്തിയ കാഴ്ചയൊന്ന് കാണണമോ? അതിന് വചനത്തിൽ തെളിവുണ്ടോ? നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം നമ്മുടെ സന്ദേശത്തിന്റെ അവസാന ഭാഗത്തേക്ക് കടന്നു വരികയാണ്. അതിന്റെ 9 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഇതിന്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയേക്ക് ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് നിർത്തി വായിക്കാം. ഇവിടെ പറയുകയാണ്, 5-ാം മുദ്ര പൊട്ടി പീഡാകാലം കഴിഞ്ഞ് രക്തസാക്ഷി മരണങ്ങൾ സംഭവിക്കുമ്പോൾ, ഈ ലോകം മുഴുവനും ഈ സുവിശേഷത്തെ തിരസ്കരിക്കുമ്പോൾ, അവിടെ ഇത് 6-ാം മുദ്ര പൊട്ടി നാം റാപ്ചറാകും. റാപ്ചറാകുന്ന സന്ദർഭത്തിൽ നാം റാപ്ചറായി സ്വർഗത്തിൽ പോകുമ്പോൾ ഇവിടെ 144,000 പേരെ രാജ്യത്തിന്റെ സുവിശേഷ പ്രകാരം ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം മുദ്രയിട്ട് വേർതിരിക്കുന്നു. ആ സംഭവം യോഹന്നാന് കാണിച്ചു കൊടുത്തിട്ട് സ്വർഗത്തിലെ മറ്റൊരു കാഴ്ച കാണിച്ചു കൊടുക്കുകയാണ്. എന്താണ് കാണിച്ചു കൊടുക്കുന്നത്? പൗലോസ് പറഞ്ഞു, നമ്മെ ഉയർത്തി ക്രിസ്തുവിന്റെ സന്നിധിയിൽ നമ്മെ നിർത്തിയിരിക്കുന്നു, നമ്മളെ അവിടെ ഇരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ഇതാ ദൈവത്തിന്റെ മുൻപാകെ സകല ജാതികളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തൊരു മഹാപുരുഷാരം ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് യോഹന്നാൻ കാണുകയാണ്. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും മുൻപിൽ ഒരു വലിയ മഹാപുരുഷാരം നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളാകുന്ന നമ്മെ റാപ്ചർ ചെയ്ത സ്വർഗത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. കാരണം എന്താ? നമ്മുടെ റാപ്ചർ കഴിഞ്ഞ് നാം സ്വർഗത്തിൽ നിൽക്കുന്ന കാഴ്ച യോഹന്നാന് കാണിച്ചു കൊടുക്കുകയാണ്. എന്നാൽ രാജ്യത്തിന്റെ സുവിശേഷ പ്രകാരം വീണ്ടും അതിനെ കണ്ടിന്യൂ ചെയ്യുവാൻ 144,000 പേര് ദൈവം മുദ്രയിട്ടേയുള്ളൂ. അതുകൊണ്ട് അവർ രക്തസാക്ഷികളോ പീഡാകാല വിശുദ്ധന്മാരോ അല്ല. മറിച്ച് പൗലോസിന്റെ ലേഖനത്തിൽ പറഞ്ഞതുപോലെ
നമ്മെ ക്രിസ്തുവിൽ ഉയർപ്പിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ നിർത്തിയിരിക്കുന്നു എന്ന് ആത്മാവിൽ കണ്ടുകൊണ്ട് പൗലോസ് പറഞ്ഞു. വീണ്ടും ഇവിടെ ഇതാ നാം റാപ്ചറായി അവിടെ നിൽക്കുന്ന കാഴ്ച യോഹന്നാനെ കാണിച്ചു കൊടുക്കുകയാണ്. താഴേക്ക് വായിക്കാം. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനമെന്ന് അവർ അധ്യക്ഷത്തിൽ ആർത്തുകൊണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആ സ്വർഗത്തിലെ സിംഹാസനത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട് എന്താണ് പറയുന്നത്? രക്ഷ എന്നുള്ളത് ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും എന്താണ് പറഞ്ഞത്? ദാനം എന്നാണ് പറയുന്നത്. കൃപയാലല്ലോ വിശ്വാസം മൂലം സൗജന്യമായി ദാനമായി നമുക്ക് രക്ഷ ലഭിച്ചുവെന്ന് നമ്മൾ നാഴികയ്ക്ക് 40 വട്ടം പറയുന്നവരാണ്. നമുക്ക് ലഭിച്ച രക്ഷ എന്ന് പറയുന്നത് ദാനമാണ്. ദാനം 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 നമ്മുടെ പ്രവൃത്തിയാലല്ല. ഇവിടെ സ്വർഗത്തിലേക്ക് എത്തിപ്പെട്ട് ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ നിന്നുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് നമ്മൾ ദൈവത്തോട് പറയുകയാണ്, അവിടുത്തെ ദാനമാണ് ഞങ്ങൾക്ക് നൽകിയ രക്ഷ. പ്രൈസ് ദി ലോർഡ്. ഇന്നിവിടെ വിളിച്ചു പറയുന്ന ഈ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെടുന്നവർ അവിടെ നിന്ന് വീണ്ടും സ്വർഗത്തിലെ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുൻപിൽ നിന്നുകൊണ്ട് പറയും, നമ്മെ ഉയർപ്പിച്ച ക്രിസ്തുവിന്റെ സിംഹാസനത്തിന് മുൻപിൽ നിർത്തിയിരിക്കുകയാണ്, ദൈവത്തിന്റെ മുൻപിൽ ഇരുത്തിയിരിക്കുന്നുവെന്ന് പൗലോസ് ലേഖനത്തിൽ പറഞ്ഞത് യോഹന്നാനിലൂടെ ദൈവം വീണ്ടും അത് ഊട്ടി ഉറപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ 7:13 മുതലുള്ള വാക്യങ്ങൾ ഒന്നുകൂടി വായിക്കാം. മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, വെള്ള നിലയങ്കി ധരിച്ചിരിക്കുന്ന ഇവർ ആർ, എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വെള്ള നിലയങ്കി ധരിച്ചിരിക്കുന്ന ഇവർ ആരെന്ന് യോഹന്നാനോട് പറയുകയാണ്, ചോദിക്കുകയാണ്. യോഹന്നാൻ പറഞ്ഞു, അങ്ങേക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞാൽ തനിക്കിത് അറിയാൻ പാടില്ല. താനും കൂടി ഉൾപ്പെട്ട ജനമായിരുന്നു ഇതെങ്കിൽ യോഹന്നാൻ തിരിച്ചറിഞ്ഞാലേ. എന്നാൽ യോഹന്നാന്റെ അറിവിൽപ്പെടാത്ത മറ്റൊരു കൂട്ടം അനാദികാലം മുതലേ മറച്ചു വെച്ചിരുന്ന ഒരു രഹസ്യത്തിലൂടെ ദൈവം പണിതെടുത്ത ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ, ഇതേക്കുറിച്ച് പന്തിരുവർക്കറിയില്ലായിരുന്നു. ഇതേക്കുറിച്ച് പത്രോസിന് പോലും പിടികിട്ടിയിരുന്നില്ല. പിന്നീട് ഒരു കാലത്ത് പൗലോസ് അതിനെ ഗ്രഹിപ്പിച്ചപ്പോഴാണ് പത്രോസ് പറയുകയാണ്, നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസ് തനിക്ക് ലഭിച്ച വെളിപ്പാടനുസരിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഗ്രഹിക്കുവാൻ പ്രയാസമുള്ള ചില അതിനകത്തുണ്ട് എന്നൊക്കെ പറഞ്ഞ് പത്രോസ് രാജ്യത്തിന്റെ സുവിശേഷം തന്നെ പ്രസംഗിച്ച് നടന്നു. എന്നാൽ യോഹന്നാനോട് ഇവിടെ കാണിച്ചു കൊടുക്കുകയാണ്, ഈ മനുഷ്യർ നിലങ്കി ധരിച്ചവർ ഇവരാരാണ്, അങ്ങ് അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ 24 മൂപ്പന്മാരിൽ ഒരുവൻ പറഞ്ഞു കൊടുക്കുകയാണ്. താഴേക്ക് വായിക്കാം. ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ എന്ന് പറയുന്ന ഒരു വാക്കാണ് ക്രിസ്തീയ കോളത്തിലെ തെറ്റിദ്ധാരണ. ഇവർ 7 വർഷത്തെ പീഡാകാലത്തിൽ നിന്ന് വന്നവർ എന്നാണ് ചിന്തിക്കുന്നത്. അത് ഇന്ന് വരെ ഉണ്ടാകാത്ത കഷ്ടമാണ്. ആ കഷ്ടം ഇവിടെ തുടങ്ങിയിട്ടില്ല. കാരണം 144,000 പേരെ മുദ്രയിട്ടേ ഉള്ളൂ. 7 വർഷ പീഡ ആരംഭിച്ചിട്ടില്ല. അതിനു മുൻപുള്ള ഒരു കാഴ്ചയാണ് യോഹന്നാൻ കാണിച്ചു കൊടുക്കുന്നത്. കാര്യം മനസ്സിലായോ? ഇവിടെ ഈ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ എന്ന് പറയുന്നത് മനസ്സിലാക്കണമെങ്കിൽ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. അവിടെ പൗലോസ് പറഞ്ഞതുപോലെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ ആർ വിടുവിക്കും? പട്ടിണിയോ നഷ്ടമോ കഷ്ടമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉന്നതത്തിലുള്ളതോ താഴെയുള്ളതോ എന്ത് തന്നെ ആയിരുന്നാലും ഈ ഭൂമിയിൽ വരുന്ന ഒരു പ്രതിസന്ധിക്കും നമ്മെ ക്രിസ്തുവിൽ നിന്ന് അകറ്റിക്കളയാൻ കഴിയില്ല എന്ന് പറഞ്ഞതുപോലെ അനേകം കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കണമെന്ന് പറയുന്നത് പോലെ കഷ്ടം അനുഭവിപ്പാൻ നമ്മെ വിളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ വചനങ്ങളെ നിവർത്തിച്ചുകൊണ്ട് ഈ സുവിശേഷ സംബന്ധമായി ഞാൻ ചങ്ങല ധരിച്ചിരിക്കുന്നുവെന്ന് പൗലോസ് പറഞ്ഞുകൊണ്ട് ഈ സുവിശേഷത്തിന് വേണ്ടി കഷ്ടം സഹിച്ചും പീഡകളിലൂടെയും കടന്നു വന്ന് ഇങ്ങനെയുള്ള കഷ്ടങ്ങളിലൂടെ കടന്നു വന്നൊരു ജനമാണിവർ. അവർക്ക് വേണ്ടി ദൈവം എന്ത് ചെയ്യും? താഴേക്ക് വായിക്കാം. ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുൻപിൽ ഇരുന്ന് അവന്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വസ്ത്രം നമ്മൾ എങ്ങനെയാ കഴുകി വെളുപ്പിച്ചത്? നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല. യേശു ക്രിസ്തുവിന്റെ രക്തത്താലാണ് നമ്മുടെ വസ്ത്രങ്ങൾ നമ്മൾ കഴുകിയത്. അവരെന്താണ് ചെയ്യുന്നത്? രാപ്പകൽ ദൈവത്തെ ആരാധിക്കുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്നവർ അവർക്ക് കൂടാരമായിരിക്കും. ഇനി അവർക്ക് വിശക്കുകയില്ല, ദാഹിക്കുകയില്ല, വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയില്ല. നമുക്കുള്ള പ്രതിഫലങ്ങൾ അവിടെ തന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കഷ്ടതയുണ്ട്, പട്ടിണിയുണ്ട്, അല്ലേ? ദാഹമുണ്ട്, വിശപ്പുണ്ട്, അല്ലേ? പൗലോസ് പറഞ്ഞു പട്ടിണി, പൈതാഹം, അല്ലേ? കടലിലെ ആപത്ത്, വ്യാജ സഹോദരന്മാരിൽ നിന്നുള്ള ആപത്ത്, 5 വട്ടം 1 കുറയെ 39 അടി എന്ന് പറഞ്ഞാൽ 195 അടി. ആ സുവിശേഷം പറയുന്ന സകലർക്കും, ക്രിസ്തുവിന്റെ ശരീരമായ സകലർക്കും ഈ പീഡയുണ്ട്. കഴിഞ്ഞ 2000 വർഷമായി വെളിപ്പാട് 6:2 കാണുന്ന വെള്ളക്കുതിരയെ പോലെ
അതിൽ നിന്ന് ജയിച്ച് വിജയയാത്ര ചെയ്തുകൊണ്ട് ഇപ്പോഴത്തെ റാപ്ചറായി ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് പ്രതിഫലം വാങ്ങുന്ന കാഴ്ച പൗലോസിന്റെ ലേഖനത്തിൽ പറയുന്ന പലതിനെയും നിവർത്തിച്ചുകൊണ്ട് വെളിപ്പാട് 7 വരുമ്പോൾ അവർക്ക് ദൈവം ഒരു കൂടാരമായിരിക്കുന്നു. അവർക്ക് വിശക്കുന്നില്ല. അവരുടെ കണ്ണുകളിൽ നിന്ന് ദൈവം കണ്ണുനീർ തുടയ്ക്കുന്നു. ഇവിടെ അനുഭവിച്ച കഷ്ടത്തിന് മുഴുവനും അവിടെ പ്രതിഫലം തന്ന് നമ്മെ നിത്യമായി ദൈവത്തോടു കൂടി ഇരുത്തുന്ന അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ വെളിപ്പാട് 7-ാം അധ്യായം തുടങ്ങി നമ്മൾ താഴേക്ക് വായിക്കുമ്പോൾ, ആ 7-ാം മുദ്ര തുടങ്ങി 8-ാം അധ്യായം മുതൽ വായിക്കുമ്പോൾ ഈ ലോകത്ത് വളരെ കഷ്ടങ്ങൾ വരികയാണ്, പ്രയാസങ്ങൾ വരികയാണ്. അപ്പോഴും 7 വർഷത്തെ പീഡ ആരംഭിച്ചിട്ടില്ല. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൽ വരുമ്പോഴാണ് 2 സാക്ഷികൾ പ്രത്യക്ഷപ്പെടുന്നതും 3.5 വർഷം കഴിയുമ്പോൾ അവരെയാണ് ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരെ കൊല്ലുന്നതും. ഈ മൃഗമാണ് 12-ാം അധ്യായത്തിൽ സാത്താനെ വെട്ടി താഴെയിടുമ്പോൾ ആ സാത്താൻ പ്രവേശിക്കുന്ന ഒരു വ്യക്തിയായി എതിർ ക്രിസ്തുവായി 3.5 വർഷം കഴിയുമ്പോൾ വീണ്ടും ഇവിടെ എതിർ ക്രിസ്തുവായി ഭരിക്കുന്നത്. അവനാണ് പിന്നെയും ആളുകളുടെ ശിരച്ഛേദം ചെയ്യുന്നത്, യഹൂദനെ പീഡിപ്പിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് കർത്താവ് മഹത്വത്തിൽ പ്രത്യക്ഷനാകുമ്പോൾ ഈ എതിർ ക്രിസ്തുവിനെ പിടിച്ച് തീപ്പൊയ്കൾ തള്ളിയിടും. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം ഇവിടെ 1000 ആണ്ട് വാഴ്ച. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം എഫെസ്യ ലേഖനം 1-10 വാക്യത്തിൽ പറയുന്ന പോലെ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും. ഇപ്പോൾ സ്വർഗത്തിൽ എന്താണുള്ളത്? നമ്മളെ എവിടെയാ കണ്ടത്? സ്വർഗത്തിൽ നാം ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ പ്രതിഫലങ്ങളെ വാങ്ങി നിൽക്കുമ്പോൾ, ഭൂമിയിൽ ഇവിടെ 7 വർഷത്തെ പീഡാകാലം നടക്കും. 1000 വർഷത്തെ ഭരണവും സംഭവിക്കും. കർത്താവിന്റെ ആ മഹത്വ പ്രത്യക്ഷതയെ തുടർന്ന് 1000 വർഷം ഇവിടെ ഭരിക്കും. തുടർന്ന് സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും പിന്നെയും ക്രിസ്തുവിൽ എവിടെ ഒന്നിക്കും? പുത്തനാം യെരൂശലേമിൽ ഒന്നിക്കും. അവിടെയാണ് നിത്യത. പുത്തനാം യെരൂശലേമിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം പഠിക്കണം. അവിടെ ദൈവം ദിനരാത്രങ്ങളെ സൃഷ്ടിച്ചു, സൂര്യനെ സൃഷ്ടിച്ചു, ചന്ദ്രനെ സൃഷ്ടിച്ചു. എന്നാൽ പുത്തനാം യെരൂശലേമിലേക്ക് വരുമ്പോൾ അവിടെ സൂര്യനില്ല, ചന്ദ്രനില്ല, രാവും പകലുമില്ല, അതൊന്നുമില്ലാത്ത, അതായത് ദിവസങ്ങൾ എണ്ണാൻ കഴിയാത്തൊരവസ്ഥ, നിത്യമായുള്ളൊരവസ്ഥയിലേക്ക് നാം കടക്കപ്പെടും. അങ്ങനെ സ്വർഗത്തിലുള്ള ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയും ഭൂമിയിലുള്ള ദൈവത്തിന്റെ മണവാട്ടി സഭയും ഇത് നിത്യതയിൽ ഒന്നിച്ചിട്ട്, മനസ്സിലായോ, നിത്യമായി ദൈവത്തോടു കൂടെ വാഴുന്ന ഒരു പദ്ധതിയാണ്. അതാണ് ദൈവത്തിന്റെ പദ്ധതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ പറഞ്ഞതിൽ പല കാര്യങ്ങളും എൻ്റെ പ്രിയമുള്ളവർക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ രാജ്യത്തിന്റെ സുവിശേഷത്തിൽ നിന്നും കൃപയുടെ സുവിശേഷത്തിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെട്ടു. കൃപയുടെ സുവിശേഷം തിരസ്കരിക്കുമ്പോൾ വീണ്ടും യഹൂദന്റെ നിർത്തിവെച്ചിരിക്കുന്ന പദ്ധതിയിലേക്ക് 144,000 പേരെ മുദ്രയിട്ട് ദൈവം തിരിയും. അതിന് തൊട്ട് മുൻപ് നമ്മൾ പ്രത്യാശ വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നാം റാപ്ചറായി എടുക്കപ്പെടും. നാം ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ നിൽക്കും, പ്രതിഫലങ്ങളെ വാങ്ങും. സ്വർഗത്തിൽ നമ്മൾ രാജകീയ പുരോഹിതന്മാരായി തന്നെ ഇരിക്കും. 1000 വർഷം കഴിയുമ്പോൾ വീണ്ടും നാം പുത്തനാം യെരൂശലേമിലേക്ക്, ആ കുഞ്ഞാടിന്റെ കല്യാണം എന്ന് പറയുന്ന ആ വലിയൊരു മഹാ ഈവന്റിലേക്ക് നമ്മൾ കടന്നു വരും. പ്രൈസ് ദി ലോർഡ്. ആ നിത്യത വരെയുള്ള കാഴ്ചപ്പാട് ലഭിച്ച ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. പ്രൈസ് ദി ലോർഡ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.